കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയായ ചില കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആലോചിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചുരുക്കം ചില പേർക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അത് വിശദമായി ചോദിച്ചില്ല. അവരുടെയും കൂടി ആവശ്യമായിട്ടാണ് നമ്മൾ ഇന്ന് തുടരുന്നത്. ആം, കഴിഞ്ഞ ആഴ്ച പ്രധാനമായി നമ്മൾ ബാൽഫർ വിളംബരത്തിന് ശേഷം ഏതാണ്ട് ബ്രിട്ടീഷ് മാൻഡേറ്റ് വരെ 1922 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ചില കണ്ടംപററി ഇഷ്യൂസും പറഞ്ഞു. നമ്മൾ ഇന്ന് പ്രധാനമായി ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ആം, ആ, ആ, ബാക്കിയായി ഇതിന്റെ ഒരു ആഫ്റ്റർമാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചും എങ്ങനെയാണ് അവിടം വരെ എത്തിയെന്നുള്ളത് ചുരുക്കമായി സംസാരിക്കുന്നത്. കുറച്ച് ഞാൻ സംസാരിക്കും, കൂടുതൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. അതിന് ഉത്തരം പറയുന്ന കൂടുതൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മൊണോട്ടണസ് ആയിട്ട് ഒരാളെ സംസാരിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കഴിയുന്നിടത്തോളം ചോദ്യ രൂപത്തിലായിരിക്കാൻ ശ്രമിക്കുക, ചോദ്യങ്ങളായിരിക്കുക, പ്രസ്താവനകളാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേ എനിക്ക് പ്രത്യേകം ആഹ്വമായി പറയാനുള്ളൂ. പിന്നെ പ്രതിപക്ഷ ബഹുമാനം പാലിക്കുക. അത്തരം കാര്യങ്ങളിലെ മോഡറേറ്റർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഞാൻ ഒരിക്കൽ കൂടി, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാമെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വന്നാൽ നമ്മൾ അത് റെഫർ ചെയ്തിട്ട് പിന്നീട് വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. റെഫർ ചെയ്യുക എന്ന് പറയുന്നത് ആധികാരികമായ ഗ്രന്ഥങ്ങളോ ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിൽ തന്നെ പ്രവർത്തിക്കുന്ന ആന്റി സയനിസ്റ്റായ 10ഓളം ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഞാൻ സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അത് 100% യഹൂദന്മാരാണ്, പക്ഷെ അവർ ആന്റി സയനിസ്റ്റുകളാണ്. അവരിൽ നിന്ന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ചരിത്രപരമായ കാര്യം, അവിടത്തുള്ള കണ്ടംപററി ഇഷ്യൂ ആണ്. ചരിത്രപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആധികാരികമായി ഉള്ള പുസ്തകങ്ങളുമായി റെഫർ ചെയ്തതിനു ശേഷമായിരിക്കും പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതിനകത്ത് ധാരാളം ഇൻഫർമേഷൻ അവൈലബിൾ ആണ് നെറ്റിൽ. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഏത് പക്ഷമാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുഗുണമായ, ഇപ്പൊ നമ്മളൊരു വീഡിയോ കാണുകയാണ്, അത് ഇപ്പൊ ബെൻ ഷപ്പീറോന്റെ ഒക്കെ വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതേ തരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പം നമുക്ക് സജഷനിൽ വരുന്നത്. യൂട്യൂബിലാണെങ്കിലും നമുക്ക് താല്പര്യം അനുസരിച്ച് അതിനനുസരിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനകത്ത് കുറെ വിവരങ്ങളുടെ, ശരിക്കും ഇതിനു മുൻപ് നടന്നിട്ടുള്ള ഏത് യുദ്ധങ്ങളെക്കാളും പ്രൊപ്പഗണ്ട ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധമല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരു അധിനിവേശമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ പട്ടാളക്കാർ മറ്റൊരു രാജ്യത്തിന്റെ പട്ടാളത്തെയോ പട്ടാള സങ്കേതങ്ങളെയോ ആക്രമിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ സാധാരണ ജനങ്ങളെയും സിവിലിയൻസിനെയും ആക്രമിക്കുന്ന ഒന്നാണുള്ളത്. അതുകൊണ്ട് ഇതൊരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അധിനിവേശമാണ്. ദിസ് ഇസ് ആൻ ഇൻവേഷൻ. അപ്പം എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രൊപ്പഗണ്ടകൾ അതാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതുകൊണ്ട് നമുക്കേത് സത്യമേത് ശരിയേതും തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത്. എങ്കിലും നമ്മുടെ പക്ഷത്ത്, എന്റെ പക്ഷത്ത് ഞാൻ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു വീക്കായിരിക്കുന്ന ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിലാണ് ഞാൻ കാണുന്നത്. കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ദുർബലനായിരിക്കുന്നതിന്റെ കൂടെ, നഷ്ടപ്പെട്ടവന്റെ കൂടെ, അടികൊണ്ടവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, മർദ്ദിതന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, AKG ഒരിക്കൽ ബസ്സിൽ പോകുമ്പോൾ ഒരു സമരം നടക്കുന്നു, ഒരു തൊഴിലാളികളുടെ സമരമാണെന്ന് അറിഞ്ഞപ്പോൾ AKG നേരെ ബസ്സിൽ നിന്നിറങ്ങി ആ തൊഴിലാളികളുടെ സമരത്തിന്റെ കൂടെ ഇരുന്ന് സമരം ചെയ്തു. അതിനുശേഷമാണ് ഇത് ആരാണ്, ഏത് പാർട്ടിയാണെന്ന് വരെ ചോദിക്കാനിടയായി തീർന്നത്. ആരാണോ മർദ്ദിതൻ അവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പാർട്ടിയൊക്കെ പിന്നീട് ചോദിക്കാമെന്നുള്ളതായിരുന്നു AKGയുടെ നിലപാട്. ആ AKG പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നെഹ്റു പറയുമായിരുന്നു ഇദ്ദേഹത്തിന്റെ വളരെ മോശം ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ പലരും പരിഹസിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു, ഇദ്ദേഹം എത്ര ബ്രോക്കൺ ഇംഗ്ലീഷാണ് സംസാരിച്ചെങ്കിൽ ഇദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ കൂടി ശബ്ദം കേൾക്കാൻ തയ്യാറായ ഒരു ഭരണകൂടമായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പാർലമെന്റ്. അവിടെ നിന്ന് എവിടെ നിൽക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു പ്രതിപക്ഷ ബഹുമാനം നമ്മൾ പ്രതീക്ഷിക്കും. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പോ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് പറയുന്നതിനകത്താണ് ബാൽഫർ വിളംബരം കൂടി ഉൾച്ചേർത്തു എന്നുള്ളതാണ് പാശ്ചാത്യ ലോകം പാലസ്തീനോട് ചെയ്ത രണ്ടാമത്തെ ചതി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കണം. അതിന്റെ പ്രിയാമ്പിളിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു നാഷണൽ ഹോം ഫോർ ജൂസ്, അതായത് യഹൂദന് ഒരു നാഷണൽ ഹോം, അതൊരു രാജ്യമാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു നാഷണൽ ഹോമിനെ കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ബ്രിട്ടന്റെ ഒരു മാൻഡേറ്റായി, അവരുടെ മേലുള്ള നിയോഗമായി, അവരുടെ ഉത്തരവാദിത്വമായി, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയ ലെജിറ്റിമസിയുള്ള ഒരു ഡോക്യുമെന്റ് ആയി അങ്ങനെ മാൻഡേറ്റ് അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോകുന്നു. അപ്പോഴാണ് ഈ യൂറോപ്പിലെ ജൂയിഷ് പ്ലോഡ് എന്ന് പറഞ്ഞ വളരെ പ്രശ്നമായി മാറി. അപ്പോഴത്തേക്കും ഹോളോകോസ്റ്റ് വരുന്നില്ല. 1922 ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നില്ല, ജർമ്മനി എമേർജ് ചെയ്ത് വരുന്നില്ല. എങ്കിലും ഈ സമയത്ത് യൂറോപ്പിലെ പ്രശ്നം പരിഹരിക്കാനായി യൂറോപ്പിൽ നിന്ന് ക്രമാനുഗതമായി പാലസ്തീനിലേക്ക് കുടിയേറ്റം ആരംഭിക്കുകയാണ്. ഈ പ്രശ്നമുള്ള മനുഷ്യർ കുടിയേറ്റം. അപ്പോഴത്തേനും റഷ്യൻ പ്രോഗ്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. പ്രോഗ്രോം എന്ന് പറഞ്ഞാൽ പീഡനം.
അപ്പൊ റഷ്യയിലെ പീഡനത്തിന്റെ യഹൂദ പീഡനത്തിന്റെ ഫലമായി മറ്റു കിഴക്കൻ യൂറോപ്പിലോട്ടും അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്നു. ആ മനുഷ്യരും അവിടെ സെറ്റിൽ ആകുന്നില്ല. അങ്ങനെ അനധികൃതമായി ജനങ്ങൾ വന്ന് പാലസ്തീനിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ആ വന്നിരിക്കുന്ന മനുഷ്യർക്ക് പാരമ്പര്യമായോ സാംസ്കാരികമായോ മതപരമായോ അവിടെയുള്ള മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം വിദേശികളായ മനുഷ്യരാണ് അവർ വരുന്നത്. സ്വാഭാവികമായ സ്വദേശികളുമായി പ്രശ്നങ്ങളായി തീർന്നു. പലവട്ടം പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ആ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂർധന്യാവസ്ഥയിലെത്തുന്ന ഏതാണ്ട് 1936, 37, 38 കാലഘട്ടങ്ങളിലാണ്. അപ്പൊ ആ സമയത്ത് ബ്രിട്ടന്റെ അഡ്മിനിസ്ട്രേഷനിലായതുകൊണ്ട് ബ്രിട്ടൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷന്റെ പേരും അതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് നെറ്റിൽ ലഭ്യമാണ്. അതിന്റെ പേര് പീൽ കമ്മീഷൻ എന്നാണ്. പീൽ കമ്മീഷൻ റിപ്പോർട്ട് 3 നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. 3 നിർദ്ദേശങ്ങൾ. ഒന്ന്, 80% ഈ സ്ഥലം ഡിവൈഡ് ചെയ്യുക. ഇത് എങ്ങനെയാണ് പാലസ്തീനിൽ ആദ്യമായി ഈ വിദേശത്ത് നിന്ന് കടന്നു വന്ന അഷ്കനാസി യഹൂദൻ എന്ന് പറയാം. അവരെ യഹൂദന്മാർ പല വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമാണ് യൂറോപ്പിൽ നിന്ന് വന്ന അറബി നാടുകളുമായി ഇന്നത്തെ ഇസ്രയേലുമായും പാലസ്തീനുമായും ഒരു തരത്തിലും സാംസ്കാരികമായി ബന്ധമില്ലാത്ത യൂറോപ്യൻ യഹൂദനാണ് അഷ്കനാസി യഹൂദൻ എന്ന് പറയുന്നത്. അത് ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. താല്പര്യമുള്ള നെറ്റിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എന്താണ് അഷ്കനാസി യഹൂദൻ എന്ന് മനസ്സിലാവും. ഈ അഷ്കനാസി യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് 20% ലാൻഡ് കൊടുക്കുക. 80% ഓഫ് ദ ലാൻഡ് ഇവർക്ക്, അറബ്സിന്. പിന്നെ ജെറുസലേമും ബേത്ലഹേമും ബ്രിട്ടന്റെ മാൻഡേറ്റിലിരിക്കുക. ഈ 20% വരുന്ന 80% വരുന്ന അറബികൾ കൊടുക്കുന്ന സ്ഥലം അന്നത്തെ ജോർദാൻ എന്ന് പറയുന്നത് ട്രാൻസ് ജോർദാനോട് ചേരുക. ഇസ്രയേൽ എന്ന് പറയുന്ന 20% വരുന്ന ലാൻഡോട് കൂടി മറ്റൊരു നേഷൻ അവിടെ ഉണ്ടാകുക. ഇങ്ങനത്തെ 3 റെക്കമെൻഡേഷനാണ് പീൽ കമ്മീഷൻ കൊടുത്തത്. ഈ പീൽ കമ്മീഷൻ റിപ്പോർട്ട് അന്നത്തെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബെൻഗൂറിയോൻ, ഇസ്രയേലിന്റെ ഒന്നാമത്തെ പ്രധാനിയായിരുന്ന ബെൻഗൂറിയോന് സമ്മതമായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും തമാശ. അതായത് 20% സ്ഥലം യഹൂദന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ യഹൂദന്മാർ തൃപ്തരായിരുന്നു. പക്ഷേ അറബികൾക്ക് സമ്മതമായിരുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ലാൻഡ് വിഭജിക്കാനുള്ളതായിരുന്നില്ല. അവരോടുകൂടി ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായിരുന്നില്ല. മറ്റൊരു ഭൂഖണ്ഡത്തിൽ ഇരുന്ന് അവരുടെ നാട് എങ്ങനെ വെട്ടിമുറിക്കണമെന്ന് തീരുമാനിക്കുകയും അന്നാട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആവശ്യപ്രകാരമല്ല, കുടിയേറി വന്നവർക്ക് വേണ്ടി, അവരുമായി ഒരു തരത്തിലും ബന്ധമില്ലാതിരുന്ന ഒരു കൂട്ടം മനുഷ്യർ യൂറോപ്പിന്റെ പ്രശ്നം തീർക്കാൻ കുടിയേറി വന്ന മനുഷ്യർക്ക് വേണ്ടി ലാൻഡ് വിട്ടുകൊടുക്കുന്നതിന് അവർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ കാരണം ഞാൻ വിചാരിക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് ഞാൻ ഓർക്കുന്നില്ല. അതായത് നമ്മുടെ നാട്ടിൽ 1980-കളിൽ 75-കളിലൊക്കെ തുടങ്ങിയത് 80-കളുടെ ആദ്യത്തിൽ ഖാലിസ്ഥാൻ വാദം വന്ന് നിങ്ങൾക്കറിയാം. അന്ന് അവർ 3.8% ലാൻഡ് ഓഫ് മെയിൻലാൻഡ് ആണ്, ഇന്ത്യയുടെ ലാൻഡാണ് അവർക്ക് ഒരു രാജ്യമാകാൻ ചോദിച്ചത്. അത് പുറത്തുനിന്ന് കുടിയേറിയവരായിരുന്നില്ല. നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ തന്നെ ജീവിച്ച് ഇന്ത്യയുടെ പാർട്ടായിരുന്ന നമ്മുടെ അഭിമാനമാകുന്ന സിഖ് സമൂഹം, അതായത് നമ്മുടെ മിലിറ്ററിയുടെ പാർട്ട് എന്താണെന്ന് അറിയാം. അവർ കാർഷിക വിളയിൽ ഗോതമ്പുണ്ടാക്കുന്നതിലൊക്കെ നമ്മുടെ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം പറയാണ് ഞങ്ങൾക്ക് സ്വന്തമായി രാജ്യമാകണം. നമ്മൾ അത് അനുവദിച്ചിരുന്നത് മാത്രമല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ പോലും കയറി ആ വിഘടനവാദികളെ ഒതുക്കി നമ്മുടെ രാജ്യം മെയിൻലാൻഡ് നമ്മൾ സംരക്ഷിച്ചു. നമ്മളെല്ലാം അതിനോട് അനുകൂലിക്കുന്നവരാണ്. കാരണം അതൊരു വിഘടനവാദമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ അന്ന് 3.8% ലാൻഡ് ചോദിച്ചവർക്ക് ഒരു രാജ്യം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് 20% ഓഫ് ലാൻഡ് അന്യദേശത്ത് വന്ന് കയറിയവർക്ക് വിഭജിച്ചു കൊടുക്കാൻ പാലസ്തീനികൾ തയ്യാറാകാഞ്ഞത്. നമുക്ക് ഇന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അന്ന് ആ പീൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അംഗീകരിച്ചിരുന്നെങ്കിൽ അതൊരു പ്രശ്നമായി. ഇന്ന് വരെ നിൽക്കുന്ന വലിയ പ്രശ്നത്തിന്റെ കൂട്ടക്കൊരുതികൾ ഒന്നും ഉണ്ടാകാതെ അവർ മറ്റൊരു രാജ്യമായി അവിടെ തീരുമാനിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ എന്തുകൊണ്ട് ഇത് കൊടുത്തില്ല. അതേ മാനസികാവസ്ഥയായിരുന്നു അന്ന് അറബിനും സമീപത്തുള്ള മറ്റ് അറബ് രാജ്യങ്ങൾക്കും. ആരും അതിനെ അംഗീകരിച്ചില്ല. കാരണം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നില്ല. ഇതിന് അറബ് നേതാക്കന്മാരുമായോ അറബ് ജനതയുടെ ഇടയിൽ ഒരു വോട്ടിടുന്നതിനോ തയ്യാറായിരുന്നില്ല. ഇതിനകത്ത് അപ്പൊ ഈ പീൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അറബ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞു. ഇതിനിടയിൽ ഉണ്ടായ ഒരു സംഭവമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വരെയും, അതായത് 1922-ൽ ബ്രിട്ടീഷ് മാൻഡേറ്റിനകത്ത് ബാൽഫർ വിളംബരം ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ മറ്റൊരു രാജ്യം ഉണ്ടാക്കാമെന്ന് പറയുന്ന കാലം തൊട്ട് ഇന്ന് വരത്തേനും, ഈ 2025 വരത്തേനും പാലസ്തീൻ ജനതയോട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ആരും ചോദിച്ചിട്ടില്ല. ആ ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് ഒന്നും അവിടെ നടന്നിട്ടില്ല. അതിന് വിഘാതമായി നടന്ന ഒരു ഒറ്റ സംഭവമുള്ള, അതിന്റെ പേര് കിങ് ക്രെയിൻ കമ്മീഷൻ എന്നാണ്. ഈ കിങ് ക്രെയിൻ കമ്മീഷൻ നിങ്ങൾ താല്പര്യമുള്ളവർ നെറ്റിൽ നോക്കണം. കിങ് ക്രെയിൻ കമ്മീഷന്റെ റിപ്പോർട്ട് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് കിങ് ക്രെയിൻ കമ്മീഷൻ വെച്ചത് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒട്ടോമൻ ഭരണകൂടം ഇല്ലാതാകുകയും 1-ാം ലോക മഹായുദ്ധത്തിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ഈ രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായി മാറാനും അവർക്ക് സ്വയംഭരണ അവകാശത്തിനുള്ള യോഗ്യതയുണ്ടോ, ഇവർ പൗരന്മാരായി മാറിയോ, മാത്രമല്ല ഈ വിഭജനത്തിന്
ഇവർ അപ്പൊ പിന്നെ അന്ന് ഒരു ഒറ്റ നാടായിരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന പല അറബി നാടുകളായി പിരിയാണ്. ഈ അറബി നാടുകൾക്കെല്ലാം തനതായ ദേശീയത വേറെ ഉണ്ട്. നമ്മളൊരു അറബി എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിചാരിക്കും അറബികളെല്ലാം ഒരുപോലെയാണ്. അറബികൾ ഒരുപോലെയല്ല. ഇപ്പോ മൊറോക്കോയിലുള്ള അറബി പോലെയുള്ള ടുണീഷ്യയിലുള്ളത് അതുപോലെയല്ല ബഹ്റിനുള്ളത്, അതേപോലെയുള്ള UAE-യിലുള്ളത്, അതുപോലുള്ള കർത്തകളുണ്ട്. ഇവർ തമ്മിൽ അറബ് എന്ന് പറയുന്ന അംബ്രല ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് ഇവർ തമ്മിൽ ലോകവീക്ഷണത്തിൽ, മതവിശ്വാസത്തിൽ, ഇവർ എല്ലാ തരത്തിലുള്ള കാര്യത്തിലും ഇവര് ആഹാരത്തിൽ, വസ്ത്രധാരണത്തിൽ വരെ വ്യത്യാസമുള്ള മനുഷ്യരാണ് ഈ അറബികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് തനതായ സ്വന്തമായിട്ടുള്ള ഒരു ഒറ്റ ഏകശിലാത്മകമായ രൂപമല്ല ഉള്ളത്. അവരെല്ലാം അതാത് ദേശീയത പുലർത്തുന്നവരുമാണ്. അങ്ങനെ അവർ പല രാജ്യങ്ങളായി പിരിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് അതിനുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അതുണ്ടോ? മാത്രമല്ല അതിനുള്ളിൽ പുതിയൊരു രാജ്യം ഉദയം ചെയ്യാൻ പ്ലാനിടുകയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന അന്നുവരെ ഇല്ലാതിരുന്ന മറ്റൊരു രാജ്യം കൂടി അതിനകത്ത് ഉണ്ടാകുകയാണ്. അത് യഹൂദ എന്ന് പറയുന്ന ഒരു പ്രത്യേക വംശത്തിന് വേണ്ടിയിട്ട്. അത് അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളുടെ മതപരവും ആത്മീയവും പൊളിറ്റിക്കലും സാംസ്കാരികവുമായ, രാഷ്ട്രീയവും സാംസ്കാരികവുമായ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കണമെന്ന് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുകയും അങ്ങനെ സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, UK, USA ഒക്കെ ചേരുന്ന 5 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചേർന്നിട്ട് കിങ് ക്രെയിൻ കമ്മീഷൻ വെക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് നെറ്റിലുണ്ട്. സാധാരണ കമ്മീഷൻ റിപ്പോർട്ടുകളെ പോലെ വലിയ ദീർഘമായ റിപ്പോർട്ടല്ല, 2 പേജ് 3-4 പേജുള്ള. രണ്ടാമത്തെ പേജിൽ ആണ് സയണിസം എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിന് താഴെ നിങ്ങൾ വായിച്ചു നോക്കണം. അതിന്റെ 1-ാമത്തെ വാചകം അവിടെ ഒരു രാജ്യം ഉണ്ടാകുന്നതും അങ്ങോട്ട് കുടിയേറുന്നതും ഈ നാട്ടിലെ ജനങ്ങളുടെ ആത്മീയവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ താല്പര്യങ്ങളെ ഖനിക്കുന്നതാകിയാൽ ഈ തീരുമാനം പുനർചിന്തനം ചെയ്യേണ്ടതാകുന്നു എന്നാണ് അതിന്റെ 1-ാമത്തെ വാചകം. അതായത് അന്ന് താമസിച്ചിരുന്ന അറബികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറബി മുസ്ലിംസ് മാത്രമല്ല ഉള്ളത്, അറബി യഹൂദനുണ്ട്, അറബി ക്രിസ്ത്യാനിയുണ്ട്, അറബികളായിട്ടുള്ള മനുഷ്യർ, പിന്നെ നൊമാഡുകളായിട്ടുള്ള മനുഷ്യർ. അവിടേക്ക് ഒരു കുടിയേറ്റം, യൂറോപ്യൻ യഹൂദന്റെ കുടിയേറ്റം നടത്തുന്നത് അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സാംസ്കാരികവും മതപരവും ആത്മീയവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾക്ക് വിഘാതമാകിയാൽ പുനർചിന്തനം ചെയ്യുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് ആ സമയം ആയപ്പോഴേക്ക് ഈ ബ്രിട്ടൻ ലോബി ചെയ്യുന്നത് കൊണ്ട് മിക്ക രാജ്യങ്ങളും ഈ കിങ് ക്രെയിൻ കമ്മീഷനിൽ നിന്ന് അവരുടെ അംഗത്വം പിൻവലിക്കുകയും ഇതിന് ലെജിറ്റിമസി ഇല്ലാതാകുകയും ഈ കമ്മീഷനും ആരും ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു. ഇത് വേണമെന്ന്, ഇങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കാണുക പോലും ഉണ്ടായില്ല. അങ്ങനെ ആ കമ്മീഷൻ റിപ്പോർട്ട് തമസ്കരിക്കപ്പെട്ടു. അങ്ങനെ അതായത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വരുമ്പോൾ ഇവർ വന്ന് കുടിയേറിയാൽ ദേ വിൽ അക്വയർ ദ ലാൻഡ് ഇൻ വേരിയസ് ഫോം ഓഫ് പർച്ചേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇവർ വന്നു കഴിഞ്ഞാൽ പല തരത്തിൽ ഈ സ്ഥലം വീണ്ടും ഈ അറബികളുടെ കയ്യിൽ നിന്ന് വാങ്ങും. അത് കുടിയിറക്കുന്ന രീതിയിൽ വേരിയസ് ഫോം ഓഫ് പർച്ചേസ്, കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ടാവും, കുടിയിറക്കുന്ന രീതിയിലുണ്ടാവും, ബലം പ്രയോഗിച്ചുണ്ടാകും, പട്ടാളത്ത് ഉപയോഗിച്ച് പലതരത്തിൽ ആ സ്ഥലം ഇവർ കയ്യേറുകയും ഇവർ വലിയൊരു രാജ്യമായി തീരുകയും അത് അവിടെ നിൽക്കുന്ന അവിടെ സ്വദേശികളായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് 2ാമത് ആലോചിക്കണമെന്ന് പറഞ്ഞ് 2ാമത് ആരും ആലോചിച്ചില്ല. ഈ ബ്രിട്ടന്റെ താല്പര്യപ്രകാരം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അവരുടെ വാണിജ്യപരമായ താല്പര്യം, അവരുടെ കോളനി വാഴ്ചയോടുള്ള ഇതെല്ലാം നിമിത്തം സൂയസ് കനാലിന്റെ മേൽ ഒരു നിയന്ത്രണം വേണം, അതിന് ഇടത്താവളം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന പലതരം കാരണങ്ങളാൽ അവർ ഇതുമായിട്ട് മുമ്പോട്ട് പോവുകയും അങ്ങനെ 9% യഹൂദന്മാരെന്ന് പറയുന്നത് ഏതാണ്ട് 1940-കളിൽ 33%-വും 45%-വുമായിട്ട് അത് വളരെ ക്രമാനുഗതമായി കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരുവന് വീട് കിട്ടാൻ 2 പേരുടെ വീട് നഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാലസ്തീന്റെ പ്രശ്നം. യൂറോപ്പിൽ നിന്ന് വന്ന മനുഷ്യർക്ക് അവരുടെ പ്രശ്നം തീർക്കാൻ അവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ടി ഇവർ വരുമ്പോൾ അതിനനുസരിച്ച് പാലസ്തീനിൽ പുറത്താക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1948 എത്തിക്കഴിഞ്ഞപ്പം അപ്പോഴും ബ്രിട്ടന്റെ മാൻഡേറ്റിലാണ്, ബ്രിട്ടന് അതിന് മേലൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഇസ്രയേലിന്റെ പാരാമിലിറ്ററി വിഭാഗമായിരുന്ന ഒരു ഭീകര സംഘടന എന്ന് പറയാം. അങ്ങനെ ഒരു ഭീകര സംഘടനയായിരുന്നു ഇർഗൻ. ഇർഗൻ ആണ് ഇന്നത്തെ IDF ആയി, ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ആയി മാറിയത്, പിന്നീട് പേര് മാറ്റി. ആ ഇർഗൻ ബ്രിട്ടന്റെ അന്നത്തെ ഭരണസിരാ കേന്ദ്രമായിരുന്ന കിങ് ഡേവിഡ് ഹോട്ടലിന് ബോംബ് വയ്ക്കുകയും പാൽ കൊടുത്ത് കൈക്ക് തന്നെ കൊത്തി അങ്ങനെ ബ്രിട്ടൻ ഭയപ്പെട്ട് മാൻഡേറ്റ് പൂർത്തിയാക്കാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. അതിനുശേഷമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ പ്രഖ്യാപിക്കുകയും അങ്ങനെ അവർ അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് അതിനുശേഷം അപ്പൊ ഈ വന്ന മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ അവര് കുറച്ചുകൂടി പുരോഗമിച്ച ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് കുടിയേറി വന്നവരാണ്. ഏതാണ്ട് 80-85% ജനങ്ങൾ അന്ന് ഇസ്രയേലിൽ ഉണ്ടായിരുന്നവർ, ഇസ്രയേലിൽ നിന്ന് രാജ്യം ഉണ്ടായപ്പോൾ അവർ 3 വർഷത്തിനുള്ളിൽ മാത്രം ആ നാട്ടിൽ വന്നവരാണ്.
അവർ വന്നപ്പോഴാണ് അവിടെ നിന്നിരുന്ന തദ്ദേശീയരായ ജനങ്ങളെ ഈ യഹൂദന്മാരുടെ ഭൂരിപക്ഷം ഭൂരിപക്ഷം കൂട്ടുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ ടെറിട്ടറിക്കകത്ത് ഉണ്ടായിരുന്ന അറബികളെ, ഇൻഡിജീനിയസ് പീപ്പിളിനെ, തനജ് വംശക്കാരെ അവിടെ നിന്ന് പുറത്താക്കുകയും ആ പുറത്താക്കിയവരുടെ എണ്ണമാണ് ഈ യുണൈറ്റഡ് നേഷൻസ് വെബ്സൈറ്റിലൊക്കെ ഇന്ന് കാണുന്ന 7.5 ലക്ഷം മനുഷ്യർ. ആ 7 ലക്ഷം മനുഷ്യരെ ഇറങ്ങി പോകുമ്പോൾ അവിടെ കലാപം ഉണ്ടായി ഇറങ്ങി പോകുമ്പോൾ അവർക്ക് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും അവസരം കിട്ടില്ല. റൈറ്റ് ടു റിട്ടേൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏക അഭയാർത്ഥി വിഭാഗമാണ്, റൈറ്റ് ടു റിട്ടേൺ ഇല്ലാത്ത ലോകത്തിലെ ഏക അഭയാർത്ഥി വിഭാഗമാണ് പാലസ്തീനികൾ. അവർ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചവർക്ക് പോകാൻ നിയമപരമായ പരിരക്ഷ അവർക്കില്ല. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയും അവർ അഭയാർത്ഥി ക്യാമ്പുകളിലും കഴിയുന്നു എന്നുള്ളതാണ് പാലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയണം. 3 തലമുറ, അന്ന് അവർ ഇറങ്ങിയത് 7 ലക്ഷമാണ്, ഇന്ന് എത്ര ലക്ഷമാണെന്ന് പ്രതീക്ഷിക്കാം. അവർ സിറിയയിലും ജോർദാനിലും ലെബനോനിലും ഈജിപ്തിലും പിന്നെ ബാക്കിയുള്ളവർ ഗസയിലേക്കും അവരുടെ തന്നെ മറ്റു പ്രവിശ്യയിലേക്കും റീലൊക്കേറ്റ് ചെയ്ത് നേർപകുതി ജനങ്ങൾ കഴിഞ്ഞ 3 തലമുറയെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഒരു കൂട്ടം ജനതയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നടക്കുന്നത് എന്താണ്? ഇസ്രയേലിൽ വന്ന മനുഷ്യർ കുറച്ചുകൂടി ജനാധിപത്യ ബോധമുള്ളവരായിരുന്നു. അവരുടേതായ രീതിയിൽ പെരുന്നാളുകൾ ആഘോഷിക്കുക, അവരുടെ പുനരുജ്ജീവിച്ച മതവിശ്വാസം അനുസരിച്ച് അവരിൽ മതവിശ്വാസികൾ കുറവാണെങ്കിലും സാംസ്കാരികമായ യഹൂദന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിച്ചും അവരുടെ ഉത്സവങ്ങൾ നടത്തിയും യൂറോപ്പിന്റെയും അമേരിക്കയുടെയും മറ്റ് സയനിസ്റ്റ് ലോബികളുടെയും ശക്തമായ സാമ്പത്തിക സഹായത്താൽ ശക്തമായ സമൂഹമായി വളർന്നു വരുമ്പോൾ ആ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് അഭയാർത്ഥി ക്യാമ്പിൽ വളർന്ന് അഭയാർത്ഥി ക്യാമ്പിൽ മരിച്ചു പോകുന്ന സാധാ മനുഷ്യരായി എന്നും പുറത്താക്കപ്പെടുന്ന കൂട്ടം രണ്ടു കൂട്ടം മനുഷ്യരുടെ പ്രശ്നമാണിത്. അതുകൊണ്ട് തമ്മിൽ താരതമ്യപ്പെടുത്താവുന്ന 2 സമൂഹങ്ങളെല്ലാം പാലസ്തീനികളും ഇസ്രയേലിലും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരെന്ന് പറയുന്നത്. ഈ യഹൂദന്മാരിൽ എല്ലാവരും ശരിക്കും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരാണെന്നല്ല എന്റെ അഭിപ്രായം. അതിനകത്ത് സയണിസം എന്ന് പറയുന്ന സയണിസ്റ്റ് മൂവ്മെന്റ്, അതിനകത്ത് അത് ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണെങ്കിലും യഹൂദ സയനിസ്റ്റുകളാണെങ്കിലും അവരുടെ ക്രിസ്ത്യൻ സയനിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസപ്രകാരം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു വരൂ. പക്ഷെ അത് അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതിന് ചില സൂചനകളുണ്ട്. നേരിട്ട് പറയാവുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഇന്നത്തെ ഇസ്രയേൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായാലേ ക്രിസ്തു വരൂ, ക്രിസ്തു വരിക എന്നുള്ളതാണ് ക്രിസ്ത്യാനികളുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതിനുവേണ്ടി ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ. ഏതാണ്ട് എല്ലാ ക്രിസ്ത്യാനികളും ഇന്ന് സയനിസം എന്ന് പറയുന്ന അതിനോട് യോജിക്കുന്നവരാണ്. മറിച്ച് അതെങ്ങനെ സ്ഥാപിക്കണം, അത് കയ്യേറിയാണോ? അങ്ങനെ കയ്യേറിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ചരിത്രം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, അബ്രഹാം എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്ന് യഹോവ വിളിച്ചു എന്ന് പറഞ്ഞാണ് ഈ കാനാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് വരുന്നത്. അന്ന് അവിടെ വന്നതിന് ശേഷം അബ്രഹാമിന് അന്ന് ഹിത്യർ എന്ന് പറഞ്ഞ ഒരു ഹിത്യർ, യെബൂസിർ, പെരീസിയർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം വംശക്കാരൻ താമസിക്കുന്ന സ്ഥലമാണ് ഈ കാനാൻ. ഇന്നത്തെ ട്രാൻസ് ജോർദാൻ, പാലസ്തീൻ, ഇന്നത്തെ ഇസ്രയേൽ, ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം താമസിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ വന്ന് അബ്രഹാം താമസിക്കും. അബ്രഹാമിന്റെ ഭാര്യ സാറായി മരിച്ചു പോയിട്ട് അടക്കാൻ സ്വന്തമായ സ്ഥലമില്ലായിരുന്നു അന്ന്. അങ്ങനെ മക്പേല ഗുഹ എന്ന് പറയുന്ന ഗുഹ, ഇന്നത്തെ ഹെബ്രോന്റെ അടുത്ത് വരുന്ന ഒരു ഗുഹ, ഒരു ഹിത്തിനായ പ്രഭുവിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ലാൻഡ് മാത്രമാണ് അന്ന് ഇസ്രായേലിന് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്. യഹൂദന്മാർക്ക് ഇവിടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥലമെന്ന് ഇവർ പറയുന്നെങ്കിൽ ഇവർ നാടോടികളായി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആടുകളെ മേയിച്ചുകൊണ്ട് ആ നാടുകൾ നടത്തിയ സ്വന്തമായ സ്ഥലം വാങ്ങിച്ചോ അങ്ങനെ ജീവിച്ചവരോ അല്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ശ്മശാന ഭൂമി മാത്രമാണ്. അതിനുശേഷമാണ് ഇവരുടെ 72 മക്കളായി വളർന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ കാലത്ത്, അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബിന്റെ കാലത്ത് ഇവർ ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ പോയി 420 വർഷക്കാലം അവിടെ താമസിക്കുന്നു. അപ്പോഴത്തേക്കും അവർ 6 ലക്ഷം മനുഷ്യരായവർ വളർന്നു, ആണുങ്ങൾ തന്നെ. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവിടെ തിരിച്ചു പോരുന്നതാണ് ബൈബിളിലെ ദ ബുക്ക് ഓഫ് എക്സോഡസ് എന്ന് പറയുന്നത്, പുറപ്പാട് നമ്മൾ പറയുന്ന വിഖ്യാതമായി. ഇതൊക്കെ നടന്നതാണെന്നൊക്കെ അങ്ങനെ കുറച്ച് ഏതാണ്ട് ബൈബിളിൽ പറയുന്ന പോലെ അല്ലെങ്കിലും അതിന് എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നതാണ്. എന്തുമായിക്കോട്ടെ. പക്ഷെ ഇനിയാണ് ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇങ്ങനെ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവർ വീണ്ടും ആദ്യകാല സുഖകരമായ ജീവിതമായിരുന്നു ഈജിപ്തിൽ. പിന്നീട് അത് മോശമായ ഫറവോന്മാരുടെ കാലമായി. അങ്ങനെ ആയപ്പോൾ പീഡനത്തിൽ ഇവർ തിരിച്ചു വന്നു. അവർ ചെങ്കടലൊക്കെ പിളർന്ന് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ ഈ വരവിനെ കുറിച്ചാണ്. എന്തായാലും ഇവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരു കൂട്ടം മനുഷ്യർ അന്ന് കാനാൻ ദേശത്ത് ജീവിച്ചിട്ടുണ്ട്. അവരെ കൊന്നും മുടിച്ചും ഇല്ലായ്മ ചെയ്തും പുറത്താക്കിയുമാണ് അവർ ഇസ്രായേലിൽ അവരുടെ ദൈവം വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ തിരിച്ചു വന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരു പ്രസിഡന്റ് ഉണ്ട്. അവരില്ലാതിരുന്ന ഒരു പീരീഡിൽ അവിടെ താമസിച്ച മനുഷ്യരെ, അത് 420 വർഷം അവിടെ താമസിച്ചവരാണെന്ന് ആലോചിക്കണം. 420 വർഷം എന്ന് പറഞ്ഞാൽ എത്ര തലമുറയാണ് അവിടെ താമസിക്കുക. ആ മനുഷ്യരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാണ് മോശയുടെ നേതൃത്വത്തിലാണ് വന്നെങ്കിലും മോശ അവിടെ എത്തുന്നതിന് മരിച്ചു പോയല്ലോ. പിന്നീട് യോശു എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ അന്നാട്ടുകാരെ ഓടിച്ച്, അന്നാട്ടുകാരെ കൊന്ന്, അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ വധിച്ചും ഭീഷണിപ്പെടുത്തിയും ഒരു നാട് കയ്യേറി ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് പുരാതന ഇസ്രായേൽ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അവർ അത് തന്നെ ആവർത്തിക്കുകയാണ്. അവരേതാണ്ട് 2000 കൊല്ലമായി യൂറോപ്പിലും ഇന്ത്യയിൽ ഉൾപ്പെടെ രാജ്യങ്ങളിൽ താമസിച്ചവർ തിരിച്ചു ചെന്നപ്പോൾ അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ മേൽ അതിക്രമം ചെയ്ത് അവരെ പുറത്താക്കി. എന്നാൽ വിലക്ക് മേടിച്ചില്ല എന്ന് വെച്ചാൽ നിശ്ചയമായിട്ടുണ്ട്. ഈ സയനിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ അമേരിക്കയിൽ വളരെ റിച്ച് ആയിരുന്നു. അത് മാത്രമല്ല തിക്ലി പോപ്പുലേറ്റഡ് ആയിരുന്ന സ്ഥലമായിരുന്നില്ല എന്ന്. അപ്പോൾ അന്ന് വെളിമ്പ്രദേശങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ സ്ഥലങ്ങൾ കയ്യേറുകയും വിലക്ക് വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതൊരു രാജ്യമായി മാറി. ഒരു ടെറിട്ടറിയിൽ ഒരു രാജ്യമായി മാറുകയും
അന്നേ തൊട്ടേ 1912 ഈ ഷെയ്ഖ് ഇസ്മാൻ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രസിഡന്റിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന്, അന്ന് അദ്ദേഹം മാഞ്ചസ്റ്ററിലായിരുന്നു താമസം, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അവിടെ ചെന്ന് രാജ്യം ഉണ്ടാക്കുമ്പോൾ 2012 ആലോചിക്കണം, അതായത് ഈ ബാൽഫർ വിളംബരം വരുന്നതിന് മുൻപ്, മാൻഡേറ്റ് ഓഫ് പാലസ്തീൻ വരുന്നതിന് മുമ്പ്, പീൽ കമ്മീഷൻ ആദ്യമായി വിഭജിക്കണം എന്ന് പറയുന്ന 1937 39 മുമ്പ് 2012 ഷെയ്ഖ് ഇസ്മാൻ പറയുന്നത് അവിടെ താമസിക്കുന്ന കുറച്ച് നീഗ്രോകളാണ്, അവർ നമ്മൾ പുറത്താക്കി നമ്മുടെ ആ നാട് മുഴുവൻ നമ്മുടെ രാജ്യമാക്കി മാറ്റുമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന്റെ ബാക്കിയാണ് ഏതാണ്ട് 112 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് അവിടെ നടക്കുന്നത്. ഈ രാജ്യം മുഴുവൻ അവർക്ക് വേണം, അവിടെ താമസിച്ച മനുഷ്യർക്ക് അവിടെ താമസിക്കുന്ന അവകാശമില്ല എന്ന് അവിടെ കരുതുന്നു. ഇത് ഞാൻ അതിന്റെ പ്രായോഗികമായി ഇപ്പൊ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങളോട് വരുന്നതിന് മുമ്പ് ഇതിന് താത്വികമായി ഇവർ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങളുടെ യഹോവ തന്നതാണ്. അവരുടെ യഹോവ എന്ന് പറയുന്നത് അവരുടെ മാത്രം വിശ്വാസമാണ്. അന്ന് ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട് 1947 ഒരു ദേശരാഷ്ട്രം ഉണ്ടാകുന്നുവെങ്കിൽ, ആധുനിക ദേശരാഷ്ട്രം ഉണ്ടാകുന്നതിൽ അത് മിത്തുകളുടെ വേദപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്, അതൊരു പൊളിറ്റിക്കലായ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ്. അത് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ, ഇപ്പൊ യഹോവ എന്ന് പറയുന്നത് അവരുടെ ദൈവമാണ്, ഇല്ല ക്രിസ്ത്യാനികളും യഹൂദന്മാരും ആരാധിക്കുന്ന ഒരു ദൈവമാണ്. അത് ആരാധിക്കാത്ത ഒരു കൂട്ടം ദൈവങ്ങളെ സംബന്ധിച്ചപ്പോ 2000 കൊല്ലം മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന കുറെ ആൾ വന്നിട്ട് അവരുടെ താളിയോല ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സ്ഥലം എന്റേതാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞങ്ങൾ രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഇന്ത്യ വിട്ടുകൊടുക്കും? 2000 മുമ്പ് ആരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് നമുക്ക് ഈ പറയുന്ന ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. എനിക്കറിയാം, പക്ഷെ ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല 2000 കൊല്ലം ഇന്ത്യക്ക് മുമ്പില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിൽ 2000 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ പാലസ്തീനിൽ 2000 കൊല്ലം മുമ്പ് ജീവിച്ചതാരാന്നറിയാം, അവിടെ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. ഇതൊക്കെ പിന്നീട് ബിൽഡപ്പുകളാണ്, ഇതെല്ലാം സ്റ്റോറീസ് ആണ്. ഇതിനകത്ത് ഇതിന്റെ വേരുകൾ തികഞ്ഞ് എന്നാൽ കൃത്യമായ നിശ്ചയമില്ലാത്ത ചില മതഗ്രന്ഥങ്ങളിലാണ് ഇതിന്റെ വേരുകൾ കിടക്കുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമ്മൾ എങ്ങും എത്താൻ പോകുന്നത്, നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം നോക്കിയാൽ എങ്ങു നിന്നോ കുടിയേറി വന്ന മനുഷ്യർ ആ ദേശം കൈവശപ്പെടുത്തുകയും അതിന്റെ പേരിൽ ആ ദേശത്ത് നിൽക്കുന്ന മനുഷ്യരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവർക്ക് നാൾക്കുനാൾ അവിടെ സ്ഥലം നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്. അങ്ങനെ അവർ അപ്പൊ ഇതിനകത്ത് വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 1948 നടന്ന യുദ്ധം എങ്ങനെയാണ് ഈ ഒരു രാജ്യമായി ഉണ്ടായപ്പോ പലരും പറയുന്ന ഒരു പ്രയോഗം, ആ ഒരു ലോകത്തിലെ ഏക യഹൂദ രാജ്യമായ ഇസ്രായേൽ ഉണ്ടായപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ ആക്രമിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവ അഭയാർത്ഥികളായി പോയത്. മാത്രമല്ല അവരുടെ ആരുമായും അറിവോ സമ്മതം കൂടാതെയാണ് ഒരു രാജ്യം സ്ഥാപിതമായത്. ആ രാജ്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അതിർത്തികൾ തീർക്കുകയും അതിനുള്ളിൽ ശക്തമായ ഒരു രാജ്യമായി തീരുകയും, ആ തീരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർക്ക് ഭീമമായ ഫൈനാൻഷ്യൽ സോഴ്സ് ഉണ്ടായിരുന്നു. അതിലൊന്ന് അന്ന് ജർമ്മനി കൊടുത്ത റെപ്പറേഷൻ തുകയാണ്. 3 ബില്യൺ മാർക്കാണ് അന്ന് അവർ നെഗോഷിയേറ്റ് ചെയ്ത് അവരിന്ന് വാങ്ങിച്ചത്. ആ 3 ബില്യൺ മാർക്ക് കൊണ്ട് വലിയ പാലങ്ങൾ പണിയുകയും, ഹൈഫയിൽ ഒരു തുറമുഖം പണിയുകയും, നെഗവ് മരുഭൂമിയിൽ ഒരു ആണവ റിയാക്ടർ പണിയുകയും, അങ്ങനെ റോഡുകളും പാലങ്ങളും പണിത് ശക്തമായ രാജ്യമായി തീർന്നപ്പോൾ അവിടെ താമസിച്ചിരുന്ന ഒരു തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സാധാരണ മനുഷ്യൻ കമ്പും കല്ലും വടിയും പെട്രോൾ ബോംബുമായിട്ട് ഇവരെ ആക്രമിക്കുകയാണ്. ഇവർ വലിയ പാറ്റൻ ടാങ്കർ ഉണ്ടാക്കി അവരെ തിരിച്ചാക്രമിക്കുകയും ചെയ്യുന്ന, യാതൊരു തരത്തിലും തുല്യതയില്ലാത്ത രണ്ടു കൂട്ടം മനുഷ്യർ മറ്റൊരാളുടെ സ്ഥലം കൈയേറി അവിടെ വന്ന് താമസിക്കുകയും അതിന് വിദേശ രാജ്യങ്ങളെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുകയും അതിന് ഇന്റർനാഷണൽ വേദികളെല്ലാം, അതായത് യുണൈറ്റഡ് നേഷൻസ് പോലുള്ള വേദികളെല്ലാം അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഇതുവരെയും ഉള്ളത്. ഏതാണ്ട് അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുന്ന 50-നും 100-നും ഇടയ്ക്ക് വരുന്ന റെസൊല്യൂഷൻസ് സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി വീറ്റോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയും അതിന്റെ സുരക്ഷാ കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാം. ജനറൽ അസംബ്ലിയിൽ എത്ര പ്രമേയം പാസ്സാക്കിയാലും അത് ലോക ജനതയുടെ അഭിപ്രായം എന്നുള്ളതിൽ കവിഞ്ഞ് അത് ലീഗലി ബൈൻഡിങ് അല്ല, അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പേര് സാങ്ഷൻസ് ഒന്നും ഒരു രാജ്യത്തിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം സുരക്ഷാ കൗൺസിലിൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ അതിനെ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ രാജ്യത്തിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്താം, അവരെ സമ്മർദ്ദത്തിലാക്കാം. അങ്ങനെ ഇന്നുവരെയും ഇസ്രയേലിനെതിരെ വന്നിട്ടുള്ള സുരക്ഷാ കൗൺസിൽ വന്നിട്ടുള്ള എല്ലാ പ്രമേയങ്ങളും അമേരിക്ക വീറ്റോ ചെയ്തു, ഒന്നൊഴികെ. 2016 അനധികൃതമായ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കരുത്, ഹെബ്രോനിൽ ഉൾപ്പെടെ വരുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ കെട്ടിടങ്ങൾ പണിത് ആ പാലസ്തീന്റെ സ്ഥലം കയ്യേറരുത് എന്നൊരു പ്രമേയം മാത്രം 1916 പാസ്സാക്കി. അത് അമേരിക്ക അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടല്ല, അമേരിക്ക വിട്ടുനിന്നു വന്ന്. അല്ലാതെ ഒരുവിധ സെക്യൂരിറ്റി കൗൺസിലിലെ പ്രമേയങ്ങളും പാസ്സാകാൻ അമേരിക്ക അനുവദിക്കുന്നില്ല, വീറ്റോ ചെയ്യും. അതിന് പ്രത്യേക ഒരു പ്രസിഡന്റ് അല്ല കാരണം. ഏത് പ്രസിഡന്റ് വന്നിരുന്നാലും അക്കാര്യത്തിൽ ഒരു പാവം മാത്രമാണ്. അവിടുത്തെ ക്രിസ്ത്യൻ ലോബിയും ക്രിസ്ത്യൻ സയനിസ്റ്റ് ലോബിയും അവിടുത്തെ ഇസ്രായേൽ ലോബിയുടെയും പാവകൾ മാത്രമാണ് അവിടുത്തെ പ്രസിഡന്റുമാർക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർ പിന്നീട് പ്രസിഡന്റ് അല്ലാതായി മാറും. അതുകൊണ്ട് അവിടുത്തെ ക്രിസ്ത്യൻ ലോബി സയനിസ്റ്റ് ക്രിസ്ത്യൻ ലോബിയും അവിടുത്തെ ഇസ്രായേൽ ലോബിയും ചേർന്നാണ് ഈ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെയും അവിടുത്തെ ആര് ഭരിച്ചാലും, അത് കോൺഗ്രസ് ഭരിച്ചാലും കൺസർവേറ്റീവ് ഭരിച്ചാലും ആര് ഭരിച്ചു കഴിഞ്ഞാലും, ഡെമോക്രാറ്റുകൾ ഭരിച്ചു കഴിഞ്ഞാലും കൺസർവേറ്റീവ്സ് ഭരിച്ചു കഴിഞ്ഞാലും അവരെ നിയന്ത്രിക്കുന്ന ഇവരാണ്. ഇങ്ങനെ ബ്രിട്ടന്റെയും
അമേരിക്കയുടെയും പിൻബലത്തോടുകൂടി ഒരു രാജ്യം സ്ഥാപിക്കുകയും അത് ശക്തമായി വളരുകയും അത് അതിക്രമം ചെയ്തുകൊണ്ട് സ്ഥലം കയ്യേറുകയും അവരെ സംബന്ധിച്ച് വിശാലമായ ഒരു ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ധാരണ അതിനകത്ത് അറബികളില്ലാത്ത ഒരു രാജ്യം, അതാണ് അവരുടെ സ്വപ്നം. അത് അവർ ഇപ്പോ ഇക്കാലത്തും അവർ പറയുന്നു, എല്ലാ കാലത്തും അവർ പറയുന്നു അവരുടെ സ്വപ്നവും അതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്തിക്കുന്ന വിഷയത്തിൽ എത്തുന്നത്. പിന്നീട് 67 യുദ്ധം എന്ന് പറയുന്ന ഒരു പരിധി വരെയും ഒരു അറബികളുടെ ഒരു ബുദ്ധിമോശമായിരുന്നു. പ്രത്യേകിച്ച് അറബികളുടെ മൊത്തം എന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ ഈജിപ്റ്റ് പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ നാസറിന്റെ ഒരു അമിത ആവേശവും ബുദ്ധിമോശവും മാത്രമല്ല പട്ടാളക്കാരെ മാത്രം അദ്ദേഹം അഡ്വൈസറായി കേട്ടതുകൊണ്ട് ചെയ്താണ്. അതിലവർ ആ യുദ്ധത്തിൽ അറബികൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. മാത്രമല്ല അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഒരു കാര്യമുള്ളത്. അതിൽ കൂടുതൽ എനിക്ക് പറയാവുന്നതിന്റെ പരിധിയിൽ വെച്ച് പറഞ്ഞാൽ, ഞാൻ അറബ് രാജ്യം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ, എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. പലസ്തീനെ സംബന്ധിച്ചവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അവരെ എന്തുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, ഇവർ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൂടാ? ഇവരെല്ലാം അറബികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറി സ്ഥലം മൊത്തം യഹൂദിന് കൊടുത്തുകൂടാ എന്ന് ചോദിക്കുന്ന സയനിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. അതിനുള്ള ഒന്നാമത്തെ മറുപടി ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞാണ്, ഈ അറബികളെല്ലാം ഒരേ അറബികളല്ല. ഓരോ അറബികൾ, ഇപ്പൊ ബഹ്റിനും സൗദിയും ഒരേ അറബികളല്ല. ഇവർ തൊട്ടടുത്ത് ഒരു പാലത്തിന്റെ വ്യത്യാസമുള്ളൂ. അതുപോലെയല്ല കുവൈറ്റുകൾ, അതുപോലെ ഖത്തറുകൾ, അതുപോലെയല്ല ട്യൂണീഷ്യൻസ്, മൊറോക്കൻസ്, ഇവരെല്ലാം വ്യത്യസ്തമായ അറബികളാണ്. അതുകൊണ്ട് പാലസ്തീനിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ മറ്റൊരു സ്ഥലത്ത് പോയി കുടിയേറി താമസിക്കുക എന്നുള്ളത് അവിടെ ഇരുകൂട്ടരെയും താല്പര്യപ്രകാരമായിരിക്കും. സാംസ്കാരികമായി ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു നാട് കയ്യേറുമ്പോൾ ആ നാടിലുള്ള മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോവുക എന്നുള്ളതല്ല, കയ്യേറ്റം അവസാനിക്കുക എന്നുള്ളത്. ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യക്കാർ നേരെ നേപ്പാളിലോട്ടും ഭൂട്ടാനിലോട്ടും ഓടിപ്പോവുക എന്നുള്ളതല്ല, അക്രമങ്ങളെ തുരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ അഭയം കൊടുക്കുക എന്നുള്ളത് ധാർമ്മികമായും നമുക്ക് ആവശ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർക്ക് ഓരോ നാട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നതിനകത്ത് ഒപ്രസറുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഇതിനകത്ത് എപ്പോഴും നമ്മൾ കാണേണ്ടത് ഒപ്രസറും തന്നെ കണ്ടേ മതിയാവും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് എവിടെയാണ് നീതി എന്ന് ചിന്തിക്കേണ്ടത്. രണ്ടുപേരും ഒരേ നീതിയിലൂടെ കാണാൻ പറ്റില്ല. അല്പം കൂടി മൃദുവായ ലെൻസിനും കൂടെ വേണം ഒപ്രസിനെ കാണാൻ. അങ്ങനെയാണ് നമ്മൾ ഒക്ടോബർ 7 വരുമ്പോഴും ഈ വിഷയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒക്ടോബർ 7 വരെ ആ വർഷം മാത്രം കൊല്ലപ്പെട്ടത്, അതായത് ഒക്ടോബർ 2023 ജനുവരി മുതൽ ഒക്ടോബർ 6 വരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയുണ്ട് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. 53 കുട്ടികൾ കൊല്ലപ്പെട്ടു, 281 പാലസ്തീനികൾ ആ വർഷം കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടവരുടെ ന്യായം പാലിക്കാൻ ആരും തയ്യാറല്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനേ തയ്യാറല്ല. ഇത് ഞാൻ 2023 മാത്രം കാര്യമാണ്. 1948 മുതൽ ഒക്ടോബർ 2023 ഒക്ടോബർ 6 വരെ എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടു, എത്രയോ സ്ഥലങ്ങൾ അവർ നഷ്ടപ്പെട്ടു, എത്രയോ കൃഷിയിടങ്ങളിൽ അവർക്ക് പോകാൻ കഴിയാതായി. അങ്ങനെ വന്നതിന്റെ ഒരു ദിവസം ആകാശത്ത് പൊട്ടി വീണ ഒരു സംഭവമൊന്നുമല്ല ഈ പറയുന്ന ഒക്ടോബർ 7. അതുപോലെ തന്നെ പലർക്കും വിയോജിപ്പുള്ള, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും പറഞ്ഞു വന്ന ഒരു കാര്യം ഹമാസിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ്. ഹമാസ് എന്ന് പറയുന്നത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ആരംഭിച്ചതുപോലെ തന്നെ ആയുധം എടുത്തുകൊണ്ട് സ്ഥലം അതിക്രമിച്ച് കയറിയവരെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്താണ് ചെയ്തത്? കോളനി വാഴ്ചയ്ക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് പോരാടുക. അതുപോലെ തന്നെ ആയുധം എടുത്തുകൊണ്ട് പോരാടുന്നതിന് വേണ്ടി തയ്യാറായി 1986 ഉണ്ടായ ഒരു സംഘടനയാണ്. പക്ഷെ പ്രശ്നം ഉണ്ടാകുന്ന 86 നാളെ ഹമാസ് ഇല്ലാതായാലും ഈ പ്രശ്നം തീരില്ല. ഹമാസിലെ മുഴുവൻ അംഗങ്ങളെ ഇപ്പൊ അമേരിക്ക ഇസ്രായേലും കൊന്നുകളയുമെന്നാ പറഞ്ഞത്. അങ്ങനെ കൊന്നുകളഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം തീരില്ല. കാരണം ഹമാസ് ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങിയ പ്രശ്നമാണ്. അതിനുമുണ്ടായ മനുഷ്യർ ഇന്നും അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുകയാണ്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യർക്ക് തിരിച്ചു പോകാൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത്. അവർ തിരിച്ചു പോയാൽ അവരുടെ ലാൻഡ് ഇന്ന് ഇസ്രയേലിലാണുള്ളത്. അവർ ചെന്ന് കഴിഞ്ഞാൽ ഇസ്രയേലിനകത്തുള്ള ഡെമോഗ്രഫിക് ചേഞ്ച് വരും. അറബ്സിന്റെ എണ്ണം ഒരുപക്ഷെ ഭൂരിപക്ഷമായേക്കാം. അതുകൊണ്ട് അവരും ഒരിക്കലും സമ്മതിക്കില്ല, ഇസ്രയേൽ സമ്മതിക്കില്ല. അതുകൊണ്ട് അത്ര എളുപ്പമായ ഒരു പരിഹാരം ഇതിനകത്തില്ല. അല്ലെങ്കിൽ ഇവർ നഷ്ടപരിഹാരം വാങ്ങാൻ തയ്യാറാണ്. നഷ്ടപരിഹാരം വാങ്ങാൻ ഇവർ തയ്യാറല്ല. ഇവർക്ക് ഇവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ഇവരുടെ പിതാക്കന്മാർ ജീവിച്ച നാട്ടിലേക്ക്, ഇവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീണ, ഇവരുടെ കുഞ്ഞുങ്ങളെ ചോര വീണ മണ്ണിലേക്ക് ഇവർക്ക് തിരിച്ചു പോകണം. അവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഒരിക്കലും പക്ഷേ നിങ്ങളുടെ PFLP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ ശക്തമായി പ്രവർത്തിക്കുകയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് PFLP എന്ന് പറയുന്നത്. ആ PFLPയുടെ ഒരു നേതാവുമായി നടത്തിയ 1970 നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം ഒരു വെസ്റ്റേൺ പത്രപ്രവർത്തനോട് അവനോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രയേലുമായി ചർച്ച ചെയ്യുക? അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ ഇസ്രയേലുമായി ചർച്ച ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അത് യൂട്യൂബിലുള്ള ഒരു ഡിസ്കഷനാണ്. അത് വാളും കെഴുത്തും നമ്മുടെ ചർച്ചയാണ്. ഒരു ഒപ്രസർ ആയിരിക്കുന്ന ഒരാൾക്ക് ഒപ്രസറുമായിട്ട് ചർച്ച ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാണ്. തുല്യർ തമ്മിലാണ് ചർച്ച നടക്കുന്നത്. അപ്പോഴേ ന്യായം പാലിച്ചെടുത്തുള്ളൂ. ഞങ്ങൾക്ക് അവരുമായി ചർച്ചയല്ല. ഞങ്ങൾ ആക്രമിച്ച് ഞങ്ങളുടെ നാടിനെ അന്തസ്സോടെ നാട്ടിൽ ജീവിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ചർച്ച ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഈ മരണമെങ്കിലും ഒഴിവാകാൻ മേലെന്ന് ചോദിച്ചു. അതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് PFLP പാർട്ടിയുടെ അന്നത്തെ വക്താവ് പറയുന്ന ഒരു മറുപടി ഇതാണ്: മരണം ഒരുപക്ഷെ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും, പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയും ജീവിച്ചാൽ മതിയായിരിക്കും. ഞങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കുക മാത്രമല്ല അന്തസ്സോടെ മരിക്കാനും ഞങ്ങളുടെ രാജ്യം ജീവിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അതുകൊണ്ട് അവസാനം വരെ പോരാടുമെന്ന് പറഞ്ഞ ഒരു കൂട്ടം മനുഷ്യരുടെ
അത് 1970-ലാണ്. അവരുടെ പിൻഗാമികളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് അവര് മറ്റു രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവുക എന്നുള്ളത് നമുക്ക് ഒരു കാലത്തും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അത് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയിൽ പ്രകാരം ഒരു പ്രദേശത്തെ മനുഷ്യരെ അവിടെ നിന്ന് പുറത്താക്കുന്നത്, ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ശിക്ഷാർഹമായ ഒരു യുദ്ധ കുറ്റകൃത്യമാണ്. അത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചോദ്യോത്തരത്തിലോട്ട് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് വരെയും ലോകത്തിൽ പൊതുവെ കുറ്റകൃത്യം ചെയ്താൽ ഏറ്റവും ക്രൂരനായ പ്രതി പോലും ഞാൻ കുറ്റം ചെയ്തില്ല എന്നാണ് ആദ്യകാലത്ത് പോലീസിന്റെ സമയത്ത് സംഭവിച്ചാൽ പോലും കോടതി ചെന്ന് പറഞ്ഞാൽ ഞാൻ നിരപരാധിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രത്യേക യുദ്ധങ്ങളിൽ. ഇത് ഞാൻ സാധാരണ വ്യക്തികളെ യുദ്ധങ്ങളിൽ ഒരു കാലത്തും ഒരു യുദ്ധ കുറ്റകൃത്യം ചെയ്തൊന്നും ഒരു രാജ്യവും അംഗീകരിക്കാറില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാകുകയും യുദ്ധ നിയമങ്ങളൊന്നും എല്ലായിടത്തും ഒരിടത്തും പാലിക്കപ്പെടാറില്ല. യുദ്ധ നിയമങ്ങൾ ലംഘിക്കാറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചുരുങ്ങിയത് ആ രാജ്യം അത് തുടർന്ന് ആവർത്തിക്കാതിരിക്കുകയും അതിന് നിഷേധിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും IDF എന്ന് പറയുന്ന പട്ടാളക്കാരും യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവര് ഒരു തരം ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയെ, ജനീവ കൺവെൻഷനെ, യുണൈറ്റഡ് നേഷൻസിനെ, ICGയെ, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ, കോർട്ട് ഓഫ് ജസ്റ്റിസിനെ ഒന്നും ആദരിക്കാതെ അവിടെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പരസ്യമായി ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റിന്, കളക്റ്റീവ് പണിഷ്മെന്റിന്, ഒരു കുറ്റം ചെയ്താൽ ഒരു കൂട്ടം മനുഷ്യർ കുറ്റം ചെയ്താൽ ആ സമൂഹത്തെ മൊത്തം മുടിച്ചു കളയുന്നത് തെറ്റാണെന്നുള്ളതാണ് കളക്റ്റീവ് പണിഷ്മെന്റിനെ കുറിച്ച്. മറ്റൊന്ന്, മീഡിയ പ്രവർത്തകരെ കൊല്ലുന്നത്, യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കൊല്ലുന്നത്, ഇതെല്ലാം യുദ്ധ കുറ്റകൃത്യമാണെന്ന് ഹ്യൂമാനിറ്റേറിയൻ ലോയിലുണ്ട്. ഇതിനെല്ലാം അതുപോലെ അത്തരം ആരോഗ്യ പ്രവർത്തകർ, അത്തരം ഇൻസ്റ്റലേഷൻസ്, ഹോസ്പിറ്റലിനെ ആക്രമിക്കുന്നത്, ഇതെല്ലാം ഇപ്പൊ ഇന്നലെ ഒരുപക്ഷെ നിങ്ങൾ അറിയാം, BBC പ്രക്ഷേപണം ചെയ്യാൻ മടിച്ച ഒരു ഡോക്യുമെന്ററി ചാനൽ 4 പ്രക്ഷേപണം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാക്കിയ ഒരു വീഡിയോയാണ്. അത് സൈറ്റിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്ത്, മൊബൈലിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത്, പിന്നെ ചില ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടുള്ള എത്ര മനുഷ്യാവകാശ ലംഘനമാണ് ഗസയിൽ നടന്നത്, എങ്ങനെയാണ് ഒരു വംശഹത്യ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് സംബന്ധിച്ചൊരു നേർചിത്രമാണ്. BBC അത് പ്രദർശിപ്പിച്ചില്ല. അതിന്റെ ചില ക്ലിപ്പുകൾ, എനിക്ക് ആ വീഡിയോ മൊത്തമായി കാണാൻ അവസരം കിട്ടിയില്ല, അതിന്റെ കുറെ ക്ലിപ്പുകൾ കണ്ടു. അങ്ങനെ എല്ലാ തരത്തിലുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അത് പരസ്യമായി പറയുകയും ചെയ്ത ഒരു യുദ്ധമാണിതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ വേദികളിലെല്ലാം ഇവരെ സംരക്ഷിക്കാൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവിടെ ഉള്ളതുകൊണ്ട്, വീറ്റോ ചെയ്യാനും സഹായിക്കാനും ഉള്ളതുകൊണ്ട് ഈ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്യുക മാത്രമല്ല, കളക്റ്റീവ് പണിഷ്മെന്റ്, ഫോഴ്സ്ഫുൾ ഡിസ്പ്ലേസ്മെന്റ്, ഹോസ്പിറ്റൽ ഇൻസ്റ്റലേഷൻസിനെ ആക്രമിക്കുക, മാധ്യമപ്രവർത്തകരെ, എത്രയോ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു, അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അത് പറയുകയും ചെയ്യുന്ന ഒരു രാജ്യമായി, നിർലജ്ജം, നിർദാക്ഷിണ്യം ലോക സമൂഹത്തോട് അത് പറയുകയും ചെയ്യുന്ന, നിഷേധിക്കാത്ത ഒരു രാജ്യമായി ഇസ്രായേൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് നമുക്കിപ്പോ പറയാനുള്ളത്. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് പറയാം. എല്ലാവരും പറയുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. 2 രാജ്യങ്ങളായി മാറുക. പലസ്തീൻ എന്ന് പറയുന്നത് ഒരു അതിർത്തി വരച്ച് അതൊരു രാജ്യമായി മാറുകയും, ഇസ്രായേൽ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു അതിർത്തി ഉണ്ട്, ആ അതിർത്തി അവർ മാനിക്കുന്നില്ല, നാൾക്ക് നാൾ ആ അതിർത്തി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച്, അവർക്ക് അധികാരമില്ലല്ലോ അംഗീകരിച്ച 47-ലെ അതിർത്തിക്ക് ഇനി ഒരു പ്രസക്തിയുമില്ല. ഒരു ആർമിസ്റ്റിക് അറേഞ്ച്മെന്റ്, ഒരു വെടിനിർത്തൽ കരാർ എന്നതിൽ 1967 നടത്തിയ ഒരു അതിർത്തിയുണ്ട്. ഓസ്ലോ കരാറിന് പ്രകാരം മറ്റൊരു അതിർത്തിയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു അതിർത്തി ഇരുകൂട്ടരും നിശ്ചയിച്ചിട്ട് അതിനുള്ളിൽ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യവുമായി മാറുന്ന സൊല്യൂഷനെയാണ്. എന്നിട്ട് അവർ സമാധാനപരമായ സഹവർത്തിത്വം നടത്തുന്ന ഒരു രീതിയാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഞാൻ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഒരു പരിഹാരമാണെന്ന് കരുതുന്ന ഒരാളല്ല. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ പോസിബിൾ അല്ല എന്ന് കരുതുന്ന ഒരാളാണ്. കാരണം ഇനി പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ബൗണ്ടറി ഉണ്ടാക്കാൻ ആരാലും സാധ്യമല്ല. ജിയോഗ്രഫിയിലി അല്പമെങ്കിലും ചേർന്ന് കിടക്കുന്നത് ഗസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് 90-100 കിലോമീറ്റർ വരുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തിന് അതിർത്തി ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത് ഛിന്ന ഭിന്നമായി പോയി. അവിടെ ചെറിയ എൻക്ലേവുകളാണുള്ളത്. അവിടെ കുടിയേറ്റം നടത്തി അവിടെ പ്രധാനപ്പെട്ട വാട്ടർ റിസോഴ്സുകളെല്ലാം ഇസ്രായേൽ കുടിയേറ്റം നടത്തി കൂറ്റൻ കെട്ടിടങ്ങൾ പണിത് സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി അവിടെ മനുഷ്യർ താമസിക്കുകയാണ്. അതിനി ഒരു സ്കാറ്റർ ചെയ്തു പോയതിനൊരു ബൗണ്ടറി ഉണ്ടാക്കാൻ ആരാലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ വെസ്റ്റ് ബാങ്കിനെ കൂടി ചേർക്കാതെ, അതിന് തമ്മിൽ ഒരു കോറിഡോർ ഇല്ലാതെ, അതിനിപ്പുറത്തൊരു ഗസയും ചേർക്കാതെ ഒരു രാജ്യമായി അതിർത്തി വരയ്ക്കാതെ അങ്ങനെ ഒരു രാജ്യമാകില്ല. അങ്ങനെ രാജ്യത്തിന് അപ്പുറവും ഇപ്പുറവും ഇസ്രായേൽ ആയിരിക്കും. അതൊന്നും സ്റ്റേബിൾ ആയ ഒരു സൊല്യൂഷനുമല്ല. അതൊന്നും ഉണ്ടാക്കാനും ആർക്കും കഴിയില്ല. ഇതുണ്ടാക്കിയാൽ പോലും ഈ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന മറ്റു രാജ്യങ്ങളിൽ കിടക്കുന്ന മനുഷ്യൻ തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അത്ര തിക്കിലി പോപ്പുലേറ്റഡ് ആണ് ഗസ എന്ന് പറയുന്നത്. സ്കാറ്റർ ചെയ്യപ്പെടുന്ന വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലും പോകാൻ പറ്റില്ല. മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. വലിയ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് പണിതിരിക്കുന്നത്. വലിയ റോഡുകളും സൗകര്യങ്ങളും അവിടെ പണിതിരിക്കുന്നു. പാർക്കുകളൊക്കെ പണിതിരിക്കുന്നു. അവിടെ നിന്ന് അവരൊന്നും പോകില്ല. അപ്പൊ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഗൗരവതരമായി ചിന്തിക്കാത്ത, ഒരു നഷ്ടവുമില്ലാത്ത ഭരണകർത്താക്കളും ജനങ്ങളും പറയുന്ന ഒരു സൊല്യൂഷനാണ് 2 സ്റ്റേറ്റ്. കാരണം അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്.
പോസിബിൾ ആയ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് വൺ ഡെമോക്രാറ്റിക് കൺട്രി ആയി മാറുക. അന്ന് യഹൂദനും അറബും ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യമായി, ഒറ്റ രാജ്യമായി അത് മാറുക. പക്ഷെ അതൊരു ജൂയിഷ് സ്റ്റേറ്റ് ആയിരിക്കരുത്, പിന്നീട് ഒരിക്കലും സയനിസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കരുത്. അതൊരു ഡെമോക്രാറ്റിക് കൺട്രി ആയിരിക്കണം. അവിടെ ഓട്ടോണോമസ് ബോഡി ആവോ എങ്ങനെയാണ് ഇതിനകത്ത് രണ്ടും എന്നുള്ളത് അത് അവർ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നോട്ടത്തിൽ അത് തികച്ചും അസാധ്യമാണ്. അത്രയും ശത്രുത അവർ തമ്മിലുണ്ട്. മാത്രമല്ല ചെറുപ്പം തൊട്ടേ അത്തരം പ്രൊപ്പഗണ്ടകൾ കേട്ടാണ് പ്രത്യേകിച്ച് പാലസ്തീനി സ്കൂളുകളിലും പട്ടാളക്കാരെയും അത്തരം എത്രയും ഹീനരായ ഒരു കൂട്ടം മനുഷ്യരാണ്, കൊല്ലപ്പെടേണ്ടവരാണ് പാലസ്തീനികൾ, ഇല്ലെങ്കിൽ അവരെ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രൊപ്പഗണ്ടകൾ കേട്ട് വളരുന്ന മനുഷ്യരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അടുത്തൊരു തലമുറ കുറച്ചുകൂടി ജനാധിപത്യ ബോധവും സമാധാനകാംക്ഷികളുമായ ഒരു തലമുറ അവിടെ വരികയും ഈ ഭരണകൂടങ്ങളുടെ പ്രൊപ്പഗണ്ടകൾ വിശ്വസിക്കാത്ത, തമ്മിൽ പരിചയപ്പെടുകയും, ഇപ്പോൾ പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, ഇവർ പഠിക്കാനായി പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, അവിടെ വെച്ച് തന്നെ ഇവർ കണ്ടുമുട്ടുകയും ഇവർ തമ്മിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ളതും ലോകത്തിൽ സഹകരിക്കാവുന്ന ഏറ്റവും നല്ല രണ്ടു കൂട്ടം മനുഷ്യരാണ് അറബികളും യഹൂദന്മാരും അവർ തിരിച്ചറിയുന്ന ഒരു കാലം വരും. അന്ന് അവർ ഒരുമിച്ച് താമസിക്കുന്ന വൺ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന ഒരു ഒറ്റ സൊല്യൂഷൻ അല്ലാതെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലാത്തതുകൊണ്ടാണ് അതിനെ പിന്തുണയ്ക്കാത്തത്. ഒരു 1993 ഓസ്ലോ കരാറൊക്കെ വരും, 93, 94 ഘട്ടങ്ങളിലൊക്കെ പിന്നെയും സാധ്യമായിരുന്നു. 2025 തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു അതിർത്തി വരയ്ക്കാൻ സാധ്യമല്ല, അവിടെ രണ്ട് രാജ്യങ്ങളുണ്ടാകാൻ സാധ്യമല്ല. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ ഉണ്ടായാലും ഈ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്നവർക്ക് തിരികെ വരാനുള്ള സംവിധാനം അവിടെയില്ല. ഇവർ രണ്ടുപേരും എല്ലാവരും ഒരുമിച്ച് തിരിച്ച് താമസിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രി അവിടെ ഉണ്ടാവും. അവിടെ എല്ലാവർക്കും ഒരേ വോട്ടായിരിക്കും, ഒരേ മൂല്യമായിരിക്കും, ഒരേ മനുഷ്യരായിരിക്കും, ഒരേ നിയമത്തിന്റെ കീഴിൽ ഒരുപോലെ ജീവിക്കുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ഒരു ശാശ്വതമായ പരിഹാരം. സമീപ ഭാവിയിൽ അത് ഉണ്ടാകില്ലെങ്കിലും നമ്മൾ സെൻ ബുദ്ധിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്, നമ്മൾ ഭാവിയെ നിഷേധിക്കരുതെന്നാണ്. നാളെ എന്താകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നല്ലതായ ഒരു ആഗ്രഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. നമ്മുടെ കൺമുമ്പിൽ വെച്ച് കണ്ടില്ലെങ്കിലും, നമ്മുടെ തലമുറയിൽ അത് നടന്നില്ലെങ്കിലും, നമ്മളും നെതന്യാഹുവും ട്രംപും ഒക്കെ ചത്തൊടുങ്ങിയിട്ട് പിന്നെയും ഇവിടെ ലോകം അവശേഷിക്കും. പിന്നെയും ഇവിടെ തലമുറ വളർന്നു വരും. ആ തലമുറ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജനാധിപത്യ ബോധമുള്ളവരായിരിക്കുമെന്നും അവർ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഇല്ലെന്ന് ഞാൻ എനിക്ക് പറയാനുള്ള ഇടയ്ക്ക് പറഞ്ഞോളാം. താങ്ക് യു സജി. നമുക്കിനിയും ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഞാൻ പറയും, എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. എന്നിട്ട് കൈവക്കിയ ഓർഡർ അനുസരിച്ച് നമുക്ക് ചോദ്യങ്ങളിലൊക്കെ വരാം. കുര്യന്റെ കൈ. ഈ ഒരു വിഷയത്തില് അറാഫത്തിന്റെ റോൾ എന്തുവായിരുന്നു? PLOയ്ക്ക് പിന്നീട് സംഭവിച്ചു, ആ ഒരു ഭാഗം ഒന്ന് പറയാമോ? നിങ്ങളൊക്കെ 90കളിൽ വളർന്നവരാണ്. അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് കേട്ട പേര് അറാഫത്തിന്റെ പേരായിരുന്നു. അതിനുശേഷം പിന്നീട് ആ സംഘടനയെ പറ്റി ഒന്നും കേൾക്കുന്നില്ല, PLOയെ പറ്റി ഒന്നും കേൾക്കുന്നില്ല. അത് എന്താണെന്നും PLO എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂവ്മെന്റിന്റെ കീഴിൽ അതൊരു അംബ്രല ടേം ആയിരുന്നു. അതിന്റെ കീഴിൽ പല പാർട്ടികൾ പ്രവർത്തിക്കുകയും പാലസ്തീൻ താല്പര്യത്തിന് വേണ്ടി വിവിധ തരത്തിലുള്ള മിതവാദികളും തീവ്ര നിലപാടുകളുള്ളവരും എല്ലാവരും അതിന്റെ കീഴിലുണ്ടായിരുന്നു. പക്ഷെ യാസർ അറാഫത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫ് തുടങ്ങുന്നത് ഒരു പാലസ്തീൻ പ്രശ്നത്തെ അന്താരാഷ്ട്ര വേദികളിൽ കൊണ്ടുവരുന്നതിന്, പ്രത്യേകിച്ച് അതിനെ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവുമായിരുന്നു എന്നുള്ളത്. സമാധാനപരമായി കൊണ്ടുവരുന്നതിനൊക്കെ താല്പര്യപ്പെട്ട് വന്നതെങ്കിലും പിന്നീട് മുമ്പോട്ടുള്ള പോക്കിൽ അദ്ദേഹം പാലസ്തീനികളുടെ അസ്പിരേഷൻസിന്റെ, അവരുടെ ആഗ്രഹത്തിന്റെ, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കൃത്യമായി ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം തിരസ്കൃതനായി തന്നെയാണ് പാലസ്തീനികളുടെ മുമ്പിൽ അദ്ദേഹം പിന്നീട് ആയിത്തീർന്നത്. പിന്നീട് അദ്ദേഹത്തിന് പേരിൽ വന്നിരിക്കുന്ന അലിഗേഷൻസ് ഒക്കെ അറിയാം. നമ്മൾ മരിച്ച ഒരു മനുഷ്യനെ കുറിച്ച്, നോബൽ സമ്മാനം കിട്ടിയ ഒരു മനുഷ്യനെ കുറിച്ച് വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് കടക്കണ്ടെങ്കിലും അദ്ദേഹം പാലസ്തീനികളുടെ സപ്പോർട്ടില്ലാത്ത ഒരു മനുഷ്യനായി തീർന്നു. അതുകൊണ്ടാണ് ഒരു മിതവാദി എന്ന് തോന്നാവുന്ന അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആയുധമെടുത്ത് പോരാടുന്ന ഒരു വിഭാഗമായി ഹമാസ് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഇവർക്കൊന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. നൂറ്റാണ്ടുകളായി, പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രയേലിന് കൂടി അല്പം ഫേവറബിൾ ആയ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊരു തോന്നൽ പാലസ്തീനികൾക്ക് ഉണ്ടാകും വിധം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പാലസ്തീനികളുടെ അസ്പിരേഷൻസിനെ കൃത്യമായ രീതിയിൽ പ്രതിഫലിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല യാസർ അറാഫത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് ഈ ബ്രദർഹുഡുമായി ചേർന്ന്, അതായത് ബ്രദർഹുഡിന്റെ ആശയങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വരികയും പ്രത്യേകിച്ച് ഗസയിലെ ബഹുഭൂരിപക്ഷം, ഇല്ലെന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്റർനാഷണലി ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായ കാലഘട്ടത്തിലെ നിലപാടുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അത്തരം വേദികളിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിനും കഴിയാതെ പരാജയപ്പെട്ടൊരു നേതാവായിരുന്നു യാസർ അറാഫത്ത്.
ഞാനൊരു യാസർ നജീബ് അറാഫത്തിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. നജീബിന്റെ ദൈവം. സാർ ഇപ്പൊ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് പറഞ്ഞു, യാസർ അറഫാത്ത് അന്ന് അവിടെ നേതാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ കൊട്ടാരം പോലും പിന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും ഹൗസ് അറസ്റ്റ് പോലെ ആയിരുന്നു. അവരെ സമ്മതത്തോടു കൂടി മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കാനോ പുറത്ത് യാത്ര പോകാനൊക്കെ പറ്റുമായിരുന്നുള്ളൂ എന്നാണ് ഞാൻ കുറച്ചു കാലം ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്നു, അവിടെ പത്രത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, അത് തോന്നുന്നത്. എൻ്റെ ചോദ്യം അതല്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് ഇന്നലത്തെ മീറ്റിൽ ഞാൻ പങ്കെടുത്തിരുന്നു, ഗൂഗിൾ മീറ്റിൽ. അപ്പോൾ ഇത്രയും ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലമായിട്ട് മാറിയിട്ടുണ്ട്. ലോകത്തിലുള്ള മിക്കവാറും ആളുകൾക്ക് അറിയാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീതിയാണെന്ന്. വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രധാന രാജ്യങ്ങളുടെ തലവന്മാർ ഒഴിച്ച് ബാക്കി എല്ലാ പൊതുജനങ്ങൾക്കും അറിയാം ഇത് അനീതിയാണെന്ന്. പിന്നെ എന്താണ് ഇതിന് സൊല്യൂഷൻ? UN നിസ്സഹായരാണ്, അതുപോലെ എല്ലാ മറ്റ് സാധാരണ ജനങ്ങളും നിസ്സഹായരാണ്. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ? എന്തെങ്കിലും ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിന് ഉത്തരം പറഞ്ഞാൽ, താങ്കൾ ആദ്യം പറഞ്ഞ യാസർ അറാഫത്തിനെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഇടക്കാലം കൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിലുള്ളവരുമായി ചേർന്ന് പാലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് ഇസ്രയേൽ ചില ജോയിന്റ് ഇൻസ്പെക്ഷൻസ്, ആന്റി ടെററിസം ആക്ടിവിറ്റീസ്, മൂവ്മെന്റ്സ് അതിന്റെ ഓഫീസുകളെല്ലാം തുടങ്ങിയിരുന്നു. ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചർച്ച ചെയ്യുകയും സംശയമുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില ജോയിന്റ് ഇന്റലിജൻസ് ഒക്കെ നടത്തുകയും അത് ചില ഓഫീസുകൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 2023 ശേഷം ഇല്ലെങ്കിലും. പക്ഷെ അവിടെ എല്ലാം നടന്നു വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ മേൽക്കൈ എപ്പോഴും ഇസ്രയേലിനായിരുന്നു. ഈ ആളുകളെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയത്തിന്റെ പേരിൽ പാലസ്തീനികൾ ഒറ്റിക്കൊടുത്ത്, പാലസ്തീൻ അതോറിറ്റി ഒറ്റിക്കൊടുത്ത്, പാലസ്തീൻ അതോറിറ്റിയുടെ ലാൻഡിൽ നിന്ന് ഇസ്രയേൽ പിടിച്ചുകൊണ്ട് പോയതല്ലാതെ ഇസ്രയേലിന്റെ ലാൻഡിൽ നിന്ന് ഒരാളെയും ഒരു തരത്തിലുള്ള ഇന്റലിജൻസ് ഇവർക്ക് കിട്ടില്ലായിരുന്നു. ഒരു തരത്തിലുള്ള രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളോ അവരുടെ ആക്രമണത്തെക്കുറിച്ച് ഒരു വിവരവും കിട്ടില്ലായിരുന്നു. ഏകപക്ഷീയമായി ഇസ്രായേലിന് അനുഗുണമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി പാലസ്തീൻ അതോറിറ്റി മാറുകയും അവിടെ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കുകയും അവിടെ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അതിനുശേഷവും ഇന്നും നടന്നുകൊണ്ടിരുന്നത്. അല്ലാതെ തിരിച്ചൊരിക്കലും ഉണ്ടായിട്ടില്ല. അതൊരു സഹകരണമായിരുന്നില്ല, അതൊരു ഏകപക്ഷീയമായിരുന്നു. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു, ഒരാളുടെ കയ്യിൽ ഒരു യന്ത്രത്തോക്കും മറ്റൊരാളുടെ കയ്യിൽ ഒരു കത്തിയുമായുള്ളെങ്കിൽ യന്ത്രത്തോക്ക് പറയുന്നവനാണ് അതേ വിൽ ഡിക്റ്റേറ്റ് ദ ടൈംസ്. അവരാണ് ഇതിന്റെ ടൈംസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അവരാണ് ഭരിക്കുന്നത്. അവർ പറയുന്നത് മറ്റേ പറ്റി ദുർബലനായ കക്ഷിക്ക് കേട്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഒരു ചർച്ച സാധ്യമല്ലെന്ന് പറയുന്നത്. തുല്യശക്തിയല്ല, എന്റെ കയ്യിലും തോക്ക് നിങ്ങളുടെ കയ്യിലും തോക്കാണെന്നുണ്ടെങ്കിൽ ചർച്ച സാധ്യമാണ്. അപ്പോഴും നമ്മൾ തുല്യശക്തികളാണ്. അപ്പോഴേ ഒരാൾക്ക് മറ്റൊരാളുടെ മേൽ അധികാരം പ്രയോഗിക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഇരു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് രമ്യതയുടെ ഒരു പക്ഷത്തേക്ക് ഒരുമിച്ച് നടന്നെടുത്ത് വരികയും പ്രശ്നം പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അത് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചോദിച്ചതിന് ഇത് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച്, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞ ഒരു നോക്കുകുത്തി സ്ഥാപനമാണ്. അതുണ്ടായ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്ന സമയത്തും ഇല്ലെ ലീഗ് ഓഫ് നേഷൻസിന്റെ ഒക്കെ തുടർച്ചയായിട്ട് വരുമ്പോൾ ഇനി ഒരു ലോകയുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിന് എന്താണ് സാധ്യത? അന്നത്തെ വിജയിച്ച വൻ ശക്തികളെല്ലാം കൂടി അവർക്ക് പ്രത്യേക അധികാരത്തോടുകൂടി സുരക്ഷാ കൗൺസിൽ വീറ്റോ അധികാരം വെച്ചതോടുകൂടി തന്നെ അതൊരു ജനാധിപത്യ സ്വഭാവമില്ലാതായി. 4 രാജ്യങ്ങളോട് തീരുമാനം എടുത്താൽ ഒരു രാജ്യത്തിന് അത് വീറ്റോ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്? ഭൂരിപക്ഷ അഭിപ്രായം നടപ്പാക്കുക, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സാധ്യമായ ഒരു വഴി. അതില്ലാത്ത, ജനാധിപത്യം ഇല്ലാത്ത ഒരു സംവിധാനമാണ്, മാത്രമല്ല ഒരു നോക്കുകുത്തി സംവിധാനമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ വീറ്റോ ചെയ്താൽ അത് ലോകത്തിൽ അത്തരം ഒരു തീരുമാനം നടപ്പാക്കാനോ ഇമ്പോസ് ചെയ്യാനോ പറ്റാത്ത ഒരു സംവിധാനമുള്ള പ്രയോജനരഹിതമായ ഒരു സംവിധാനമായി മാറി നിർഭാഗ്യവശാൽ ഇന്ന് യുണൈറ്റഡ് നേഷൻസ്. മാത്രമല്ല, ഉണ്ടായപ്പോഴുണ്ടായ 5 വൻ ശക്തികളെക്കാൾ വൻ ശക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. ജപ്പാനുണ്ട്, ഇന്ത്യയുണ്ട്. അവരൊന്നും സുരക്ഷാ കൗൺസിൽ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 രാജ്യങ്ങളുടെയും സമ്മതം വേണം. അതുകൊണ്ട് അത് റീഫോം ചെയ്യണമെങ്കിൽ അവരുടെ സമ്മതം വേണം. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഒന്നും ഇനി കാര്യമായ ലോക സമൂഹത്തിനൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇപ്പൊ റുവാണ്ടൻ കലാപം നടന്ന സമയത്ത് യുണൈറ്റഡ് നേഷൻസ് എടുത്ത തീരുമാനം, അവിടെ വെട്ടിയും കുത്തിയും കൊല്ലപ്പെടുന്ന 8 ലക്ഷം മനുഷ്യരെക്കാൾ അവിടെ ഉണ്ടായിരുന്ന 10 ബെൽജിയം പട്ടാളക്കാരെയും മാത്രമല്ല പീസ് കീപ്പിംഗ് സേനയെയും പിൻവലിക്കുകയാണ് അവർ ചെയ്തത്. അന്ന് അവിടെ കൃത്യമായ രീതിയിൽ അവിടുത്തെ ഹൈക്കമ്മീഷൻ അറിയിച്ചതാണ് യുണൈറ്റഡ് നേഷൻസിനെ, വലിയ കലാപം വരാൻ പോകുന്നു, എത്രയും കൂടുതൽ പീസ് കീപ്പിംഗ് സേനയെ യുണൈറ്റഡ് നേഷൻസ് അയക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചത്തുപോയ, തമ്മിൽ തല്ലി മരിച്ച 8 ലക്ഷം മനുഷ്യരെക്കാൾ കൂടുതലും ചുരുക്കം ചില പീസ് കീപ്പിംഗ് സേനയുടെ ആളുകൾക്ക്, യൂറോപ്യന്മാർക്ക് വില കൂടുതലാണെന്നുള്ള ധാരണയിൽ അവരെ പിൻവലിക്കുകയും അതിനെ ബുത്രോസ് ഖാലിയോ യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് കിട്ടിയ കത്ത് അദ്ദേഹം പൂഴ്ത്തി വെക്കുകയും ചെയ്തുകൊണ്ട് പട്ടാളക്കാരെ തിരിച്ചു വിളിക്കുകയും മനുഷ്യനെ കൊല്ലാൻ വിടുകയും ചെയ്തു. കാരണം അവർ കറുത്ത മനുഷ്യരാണ്, തമ്മിൽ എങ്ങനെയും ന്യായം പാലിക്കട്ടെ, ഇല്ലെങ്കിൽ അവർ മരിച്ചു പോട്ടെ, ഒരു യൂറോപ്പിന്റെ ജീവൻ അതിനേക്കാൾ വിലയുണ്ടെന്ന് കരുതി. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയാണല്ലോ, അത് അത്തരത്തിലുള്ള വേദികളാണ് ഇതെല്ലാം. അപ്പൊ അവരിൽ നിന്നും നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇത്തരം ഇന്റർനാഷണൽ
കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംഘടനകളിൽ നിന്ന് വേദിയിൽ നിന്നും പ്രതീക്ഷിക്കാനില്ല. പിന്നെ രാജ്യങ്ങൾ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന, അതായത് നേഷൻ സ്റ്റേറ്റുകൾക്കെല്ലാം അവരവരുടേതായ താല്പര്യമുണ്ട്. ഞാനതാണ് ഞാൻ പറഞ്ഞത്, ഈ അറബ് രാജ്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ അറബ് രാജ്യങ്ങളെല്ലാം അതുകൊണ്ട് മുസ്ലിം അറബ് ലീഗിലുള്ള 57 59 രാജ്യങ്ങൾക്ക് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് ലോകത്തെക്കുറിച്ച് ബോധമുണ്ട്. അപ്പൊ അവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, അവിടെ ഡെവലപ്മെന്റ് വേണം, അവിടെ സെക്യൂരിറ്റി വേണം, അവിടെ പ്രോജക്റ്റുകൾ ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാകണം. ആർക്കാണോ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ചൈനയ്ക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, യൂറോപ്പിന് എന്തായാലും യൂറോപ്പിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല, ചുരുക്കം ചില കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക. അപ്പൊ പിന്നെ ആരോടുകൂടി അഫിലിയേറ്റ് ചെയ്യണം, അസോസിയേറ്റ് ചെയ്യണം? ഇതൊക്കെ ഒരു രാജ്യത്തിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓഫ് നേഷൻ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ പറയുന്ന നീതിയൊന്നും അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള രാജ്യ താല്പര്യങ്ങൾ മറികടന്നു പോകാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല. അത് ജനങ്ങളുടെ താല്പര്യമായി കൊള്ളണമെന്നില്ല കേട്ടോ രാജ്യ താല്പര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഭരണകൂടങ്ങൾക്ക് മിക്കതും ഇപ്പം എത്രയോ ജനങ്ങൾ ബ്രിട്ടനിൽ ലക്ഷക്കണക്കിന്, ഈ ലോകത്തിലെങ്ങും ഇറങ്ങിയേക്കാൾ കൂടുതൽ ആളുകൾ ബ്രിട്ടനിൽ പാലസ്തീൻ അനുകൂലമായ രീതിയിൽ പ്രകടനം നടന്നു. ഡെൻമാർക്കിൽ നടക്കുന്നു, കോപ്പൻഹേഗനിൽ നടക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സ്റ്റോക്ക്ഹോമിൽ നടക്കുന്നു. ഇങ്ങനെ എല്ലാം നടക്കുമ്പോഴും അതിനൊന്നും ഭരണകൂടം കാണുന്നില്ല. പക്ഷെ അത് ഈ ഭരണകൂടങ്ങൾക്ക് രാജ്യങ്ങൾക്ക് അവരുടേതായ താല്പര്യമുണ്ട്. അവർക്ക് മാത്രമല്ല ഭരണകൂടങ്ങൾ സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രയേലിനോട് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള രീതിയിലേക്ക് മാറുന്ന ഗവൺമെന്റുകളുള്ളപ്പോൾ അവർക്ക് സെക്യൂരിറ്റി വേണം. അപ്പൊ അങ്ങനെ സർവൈലൻസ് വേണം, ഇന്റൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ വേണം, ലോകത്തിനോട് മാത്രമല്ല ഇന്റേണൽ ആയിട്ടും. അപ്പൊ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂണിറ്റ് 2800 എന്നൊക്കെ പറയുന്ന വലിയ മോഡേൺ ആയിട്ട് ഉള്ള സൈബർ സെക്യൂരിറ്റി വിങ്ങുകൾ, മിലിറ്ററി ഇന്റലിജൻസിന് വിങ്ങുകൾ ഉണ്ടെന്നാണ് അവർ ലോകത്തോട് പറഞ്ഞ് കേൾപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഇതുവരെ തന്നെയും ഇപ്പൊ ഇറാൻ തിരിച്ച് ആക്രമിക്കുന്നവരത്തേനും അവിടെ നിന്ന് പിരിഞ്ഞു പോയവരാണ് ഈ പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. അത് മൊബൈലുകളിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്വന്തം പൗരന്മാരെയും കൂടി നിരീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി. അങ്ങനെ അവർ ഇത്തരം കാര്യങ്ങൾ വളരെ ഒന്നാമതാണെന്ന് പറയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രയേൽ. നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം, ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം, അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഈച്ച പോലും കിടക്കാത്ത ഒരു സംവിധാനം. ഇങ്ങനെ പ്രതിരോധ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏത് ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റെയും മിലിറ്ററൈസ് ചെയ്യുന്ന ഒരു സമൂഹം. വാക്കി ടോക്കി അല്ല, പേജർ അല്ല, എന്തിനു വേണമെങ്കിലും നമ്മൾക്ക് ഒഴിവാക്കാൻ വയ്യാത്ത നിത്യജീവിതത്തിലെ ഉപകരണങ്ങളെ മിലിറ്ററൈസ് ചെയ്തുകൊണ്ട് മിലിറ്ററൈസ് ചെയ്യുന്നത് നോർമലൈസ് ചെയ്യുന്ന ഒരു രാജ്യമായി അവർ മാറി എന്നുള്ളതാണ് അവരിപ്പോ സമൂഹത്തോടും ലോകത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റുകളൊന്ന്. അപ്പോഴും അതിനെയും ആവശ്യമുള്ള ഭരണകൂടങ്ങളുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഇസ്രയേലിനോട് താല്പര്യമുണ്ട്. പക്ഷെ അതെല്ലാം നിർഭാഗ്യവശാൽ അവരുടെ ബുദ്ധിമോശം കൊണ്ട് ഇപ്പൊ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള വേറൊരു യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ 10-20 വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഉപദ്രവത്തിൽ കഴിഞ്ഞ ഒരു രാജ്യം അവരുടെ ജനങ്ങളുടെ മേലെ ആക്രമിച്ചിട്ട് അവരയക്കുന്ന 1000-1 മിസൈൽ നിലത്ത് വീണാലും അത് ഇസ്രയേലിന്റെ പരാജയമാണെന്ന് ഇസ്രയേൽ മനസ്സിലാക്കി. അവർ തന്നെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന, അവർ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന അവരുടെ പ്രതിരോധ സംവിധാനം പഴുതടച്ചതല്ല എന്ന് ലോകത്തിന് പിടികിട്ടി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുമല്ലോ, അവരുടെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്ന അവരുടെ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു, അവരുടെ രഹസ്യാന്വേഷണ വിവരങ്ങളായിരുന്നു. അതൊന്നും കുറ്റമറ്റതല്ലെന്നും അതിനെ മറികടക്കാൻ ഒരു ദുർബല രാജ്യത്തിന് കഴിയുമെന്നും മനസ്സിലായി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ക്ഷീണമായി പോയിരുന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതാണ്, ഈ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം അവരുടെ താല്പര്യമുണ്ട്. അവർക്ക് ഇസ്രയേൽ എന്ന് പറയുന്നത് ആ ഭരണകൂടങ്ങൾക്ക് കൂടെ നിർത്തേണ്ട ഒന്നാണെന്ന് അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ മാറി. അപ്പൊ ഇങ്ങനെയാണ് ലോക രാജ്യങ്ങളുടെയും ലോക ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനെയും സ്ഥിതി. ചുറ്റുമുള്ള രാജ്യങ്ങളെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവരാരും ഇടപെട്ട് ഇത്തരം പ്രശ്നങ്ങൾ, പണ്ടത്തെ പോലെ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് മേൽ ഇടപെടുന്ന ഒരു കാലഘട്ടമല്ല. അത്തരത്തിലുള്ള ഒരു അന്തർദേശീയ നിലപാടുകളല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആരും ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വലിയ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം, ചെറിയ പ്രശ്നങ്ങൾക്ക് ചെറിയ പരിഹാരം. ഇതൊരു വലിയ പ്രശ്നമാണ്, 100 കൊല്ലമായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. ഒരു ചർച്ച കൊണ്ടോ ഒരു എഗ്രിമെന്റ് കൊണ്ടോ ഒരു തലമുറ കൊണ്ടോ പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമല്ല. അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലസ്തീനികളുടെ കുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ കണ്ണുനീരിന് എളുപ്പം പരിഹാരം ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ വയ്യ. അങ്ങനെയെങ്കിൽ വിജയിച്ചവൻ ഒരിക്കലും വിട്ടുകൊടുക്കാറില്ല. ഇപ്പോ ഇസ്രയേൽ വിജയിച്ചു നിൽക്കുകയാണ്. മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദീർഘകാലമായ ഒരു അടിസ്ഥാനം ഉണ്ടാവും, ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അതിന് ഈ തലമുറ നീങ്ങി പോകണം. അങ്ങനെ വരുമ്പോൾ ഒരു തലമുറ കുറച്ചുകൂടി മനുഷ്യസ്നേഹമുള്ള ഒരു തലമുറ അവിടെയും ഇവിടെയും കടന്നു വരികയും അങ്ങനെ അതൊരു ഡെമോക്രാറ്റിക് കൺട്രിയായി മാറുകയും ചെയ്യും. അതാണ് ലോക ചരിത്രം. ഇപ്പോ സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് എത്രയോ വർഷമായിരുന്നു. അതിനുശേഷം അവര് ഒരിക്കലും വെള്ളക്കാര് കറുത്തവർക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്തത്. ഈ ഇന്റർനാഷണൽ വേദികളിൽ അവർക്ക് സാങ്ഷൻസ് ഉണ്ടായി. അങ്ങനെ അവർക്ക് എല്ലാ തരത്തിലും പൊറുതി കഴിഞ്ഞപ്പോ അവർ തുല്യരാണെന്ന് പറയുകയും അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായി മാറുകയും ചെയ്തു. ഇന്നും അത് തുല്യരൊന്നുമല്ല. സമ്പത്തിരിക്കുന്ന രാജ്യത്തിന് കൂടുതൽ ഇന്ന് വെള്ളക്കാരുടെ കയ്യിലാണെങ്കിലും ബൈ ലോ, ബൈ തിയറി ഇന്ന് അവർ തുല്യരായി മാറി. ഇതുപോലെ തന്നെ ഇന്ന് കാനഡയിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ അവരൊരു കാലത്ത് അവിടെ താമസിക്കുന്ന റെഡ് ഇന്ത്യൻസിനോട്, അവിടുത്തെ തനതു വംശക്കാരുടെ, മെയ്റ്റികൾ എന്ന് പറയുന്ന ആ തനതു വംശക്കാരെ അവർ പുറത്താക്കിയാണ് ഈ
വെള്ളക്കാർ കാനഡ എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിച്ചത്. അവരുടെ അവർക്ക് ഇന്ന് പൂർണ്ണ സംരക്ഷണമാണ് അവിടെയുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ തിരിയുന്നു. ഓസ്ട്രേലിയ അബോർജിനുകളെ പുറത്താക്കി നിയമം മൂലം, അതാണ് ഓസ്ട്രേലിയ ചെയ്ത പോലെ ഹീനമായ ഒരു പ്രവൃത്തി ലോകത്തിൽ മറ്റൊരിടത്ത് ചെയ്തിട്ടെന്ന് പറയാം. നിയമം മൂലമാണ് അവിടുത്തെ അബോർജിനുകളുടെ സ്ഥലം ഈ വെള്ളക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ സ്വന്തമാക്കി മാറ്റിയത്. അതിന് ഇന്ന് അവർ പ്രായശ്ചിത്തം ചെയ്യുന്നു, അവർ ക്ഷമ പറയുന്നു, അവരെയും കൂടെ ചേർത്തുകൊണ്ട് ഈ വികസനത്തിന്റെ ഭാഗമായി അവരെയും മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ഇതാണ് ലോകമെമ്പാടും നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമൂഹം അവിടെ ഉണ്ടാകുക അല്ലാതെ വഴിയൊന്നുമില്ല. ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി അവിടെ ഉണ്ടാകും. അങ്ങനെയാണ് ലോക ചരിത്രം മൊത്തം മെച്ചപ്പെട്ട ഒരു സമൂഹം തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുക. അല്ലാതെ ഈസി ആയ ഒരു സൊല്യൂഷൻ അതിനകത്തില്ല. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100% അസാധ്യമാണ്. അത് ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്ത തലമുറയെ പോലും അവര് ഒരുപാട് ഹെയ്റ്റ് കുത്തിവെച്ച് കൊണ്ടുള്ള വളർത്തുന്നത്. അതായത് വംശീയ ഉന്മൂലനം തന്നെ അവര് ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഒരുപാട് പിന്നെ സാർ പറഞ്ഞ നേരത്തെ വീഡിയോ അടക്കമുള്ള ഒരുപാട് വീഡിയോസ് അതിൽ ഫോളോ ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് അവര് എന്താ പറയാ, വളരെ മോശമായിട്ട് ഒരു മനുഷ്യ ജന്മം പോലും അല്ല, അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ അത് എത്രത്തോളം സാറിന്റെ ഓപ്പ് ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഈ തലമുറ നീങ്ങിയാൽ പോലും അതിന് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. ഏതായാലും മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. താങ്ക് യു. നല്ലൊരു ചർച്ചയായിരുന്നു. അല്ല, അതിന് ഒരു വാക്ക് മാത്രം മറുപടി പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ജർമ്മനിയും ഇസ്രയേലുമായി ഇന്ന് സൗഹൃദത്തിൽ പോകേണ്ട രാജ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് യഹൂദനെ ജർമ്മനി ഒരു കാലത്ത് നാസി കാലത്ത് കണ്ടിരുന്നത്? ഇതിനേക്കാൾ ഡീഹ്യൂമനൈസ് ചെയ്തിട്ട് അവർക്ക് ജീവിക്കാൻ അർഹതയില്ലെന്ന് വിചാരിച്ച് അവരെ കൊന്നു കളഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യവും ഇന്ന് അവര് സൗഹൃദ രാജ്യങ്ങളാണ്. ഇന്നും ഈ ഹോളോകോസ്റ്റ് സർവൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം അവരാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മൾ സൗഹൃദ രാജ്യമായി മാറില്ല. അപ്പൊ ശത്രുത എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരമായിരിക്കത്തൊന്നുമില്ല. ഇതെല്ലാം മാറി പറഞ്ഞു രാഷ്ട്രീയമല്ലേ. അങ്ങനെ വിശ്വസിക്കാം. വളരെ ഫ്രഞ്ചും ഇംഗ്ലണ്ടും ഒക്കെ സാർ മുമ്പ് അങ്ങനെ ഉദാഹരണം പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ആണോ ഇവിടെ എന്ന് അറിഞ്ഞൂടാ. ഇത് സാർ പറഞ്ഞതുപോലെ ഒരുപാട് കാലമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലമുള്ളതാ. ഏതായാലും ഞാൻ മറ്റുള്ളവരുടെ സമയം അപകരിക്കുന്നില്ല. താങ്ക് യു സാർ. ജോർജ് അടുത്തുള്ളത്. താങ്ക്സ് പ്രവീൺ. താങ്ക്സ് സജി. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ഈ സൊല്യൂഷൻ, നേരത്തെ പറഞ്ഞിരുന്ന സൊല്യൂഷൻ പോയിന്റുമായിട്ട് തന്നെ കണക്ട് ആണ്. എന്താണിപ്പോൾ ഇസ്രയേൽ ജനതയ്ക്ക് ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ? നേരത്തെ വളരെ ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള ഗവൺമെന്റ്സ് നിലനിന്നിരുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രയേലും. ആ ലെഫ്റ്റിന് എന്ത് സംഭവിച്ചു? ഈ നെതന്യാഹു എന്ന് പറയുന്ന ലീഡറിന്റെ ഒരു പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ ഉണ്ടോ? എന്താണ് ഇപ്പോൾ ഇസ്രയേലിനുള്ളിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഒപ്പീനിയൻ? ഇസ്രയേലിനുള്ളിലത്തെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത്, ഒന്ന് അവിടുത്തെ അറബ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 19 to 21% അറബ്സ് അവിടെയുണ്ട്. ഈ നിർബന്ധിത സൈനിക സേവനമില്ലാത്ത ഇന്നത്തെ ഗവൺമെന്റ് സയനിസ്റ്റുകളല്ലാത്ത അറബ്സ് അവിടെയുണ്ട്. അതിൽ അറബ്സ് മുസ്ലിംസ് ഉണ്ട്, അറബ് ക്രിസ്ത്യൻസ് ഉണ്ട്. അങ്ങനെ അറബ് യഹൂദൻ എന്ന് പറയുന്ന ഒരു വിഭാഗവും അവിടെയുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്ന അറബ് യഹൂദനും ഉണ്ട്. ഈ അറബ് യഹൂദൻ അവിടുത്തെ രണ്ടാം തരക്കാരാണ്. യഹൂദന്മാരെല്ലാം തുല്യരാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവർ രണ്ടാം തരക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലിയോസും ഞാനും കൂടി കാണാൻ പദ്ധതി ഇട്ടിരുന്ന ആവി സലൈം എന്ന് പറയുന്ന മനുഷ്യൻ ഇറാഖിൽ നിന്ന് 1948 കുടിയേറ്റ നിയമപ്രകാരം അവിടെ എത്തിയപ്പോൾ ഇവര് വന്നിരുന്ന അന്ന് കപ്പലിലാണ് വരുന്നത്. ഇവര് കപ്പൽ തുറമുഖത്ത് ഇവരെ DDT തെളിച്ച് ഒരു ദിവസം നിർത്തുമായിരുന്നു. കാരണം യൂറോപ്പിൽ നിന്ന് വന്ന യഹൂദനെ സംബന്ധിച്ച് അറബ് നാട്ടിൽ താമസിക്കുന്ന യഹൂദൻ അവൻ കുറച്ചുകൂടി കുറഞ്ഞവനാണ്. ഇന്നും ഇസ്രയേലിൽ അറബ് നാടുകളിൽ നിന്ന് വന്ന യഹൂദന്മാർ, അത് ട്യൂണീഷ്യയിൽ നിന്ന് വന്നവരുണ്ട്. അന്ന് മൊറോക്കോയിൽ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു. ബാഗ്ദാദിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം ഒന്നെങ്കിൽ ടാക്സി ഓടിക്കുന്നവർ, ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനഗോഗുകളിൽ റബ്ബിമാരായി, ഇല്ലെങ്കിൽ ബാങ്ക് ജോലിക്കാരായി, അധ്യാപകരായി ഒക്കെ മാറിയപ്പോൾ യൂറോപ്പിൽ നിന്ന് കുടിയേറി വന്ന അഷ്കനാസി യഹൂദന്മാരാണ് രാജ്യത്തിന്റെ പോളിസികൾ നിശ്ചയിക്കുന്ന, ഏറ്റവും ഉയർന്ന ജോലികൾ ചെയ്യുന്ന, തീരുമാനങ്ങൾ എടുക്കുന്ന മനുഷ്യരായി മാറിയത്. ആ ക്ലാസ് ഡിഫറൻസ് അവിടെയുണ്ട്. അതുകൊണ്ട് അതൃപ്തരായ ഒരു കൂട്ടം യഹൂദന്മാർ അവിടെയുണ്ട്. ആ യഹൂദന്മാർ അവർ മതവിശ്വാസികളില്ലാത്തവരുണ്ട്, ഏതാണ്ട് 30% ഈ സയനിസ്റ്റുകളില്ലാത്ത. അപ്പൊ ഈ 30%ഉം അറബ്സ് ആയിരിക്കുന്ന 20% കൂട്ടുമ്പോൾ ഏതാണ്ട് അവിടുത്തെ 50% ജനങ്ങൾ സയനിസ്റ്റുകളല്ല. അവർക്ക് ഇപ്പൊ ഈ ഭരണത്തോടും പാലസ്തീനികളെ ഉപദ്രവിക്കുന്നതിനോടൊന്നും താല്പര്യമുള്ളവരല്ല. അവിടെ തന്നെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം യഹൂദന്മാരുണ്ട്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ആവി ഇസ്ലാമി എന്ന് പറയുന്ന ആളെ 67 വാറിൽ പങ്കെടുത്ത IDF പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഇസ്രയേൽ, അതിനുശേഷം ഇസ്രയേൽ ചെയ്യുന്ന കൊടിയ അനീതി നേടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയും പിന്നീട് ഓക്സ്ഫോർഡിൽ ചേർന്ന് പഠിക്കുകയും ഓക്സ്ഫോർഡിൽ തന്നെ താമസിക്കുകയും അവിടുത്തെ പ്രൊഫസർ ആകുകയും 1-2 കോളേജുകളിൽ ഡീനായി പ്രവർത്തിക്കുകയും ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് വീട്ടിൽ ഓക്സ്ഫോർഡിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ സംബന്ധിച്ച് വായിക്കുന്ന അറബ് യഹൂദൻ എന്താണ്? അറബ് യഹൂദന്റെ ഐഡന്റിറ്റി അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് സംബന്ധിച്ച് യഹൂദൻ എന്ന് പറയാൻ ഒരിക്കലും അറബ് ആകരുത് എന്നുള്ളതാണ്
അവരുടെ. പക്ഷേ ഈ കയറി വന്ന ഈ കുടിയേറ്റം മൂലം മൊറോക്കോയിൽ നിന്നും ടുണീഷ്യയിൽ നിന്നും അൾജീരിയയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ബഹ്റിനിൽ നിന്ന് വളരെ കുറച്ച് പേര് കുടിയേറി പോയിട്ടുള്ളൂ. കാരണം ബഹ്റിനിൽ ഇപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, എണ്ണത്തിൽ കുറവാണെങ്കിലും. എന്നാലും ഏതാണ്ട് 10,000-2000 പേര് വരുന്നവർ ഇവിടെ നിന്നും കുടിയേറിപ്പോയി. അങ്ങനെ എല്ലാ അറബ് രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്നവർ രണ്ടാം തരക്കാരായി അവിടെ താമസിക്കുകയും അതേസമയം യൂറോപ്പിൽ നിന്ന് വന്നവർ കുറച്ചുകൂടി ഹൈ ക്ലാസ് ആയി. അപ്പോൾ ഒരു ക്ലാസ് ഡിഫറൻസ് അവിടെയുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സജീവമല്ല അവർ പല കാരണങ്ങളാൽ. അപ്പം അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നിർഭാഗ്യവശാൽ അതാണ് ഒരു സ്ഥിതി ഉള്ളത്. അപ്പൊ അങ്ങനെ ഫാർ റൈറ്റ് ആയിട്ടുള്ള അവരും വളരെ ന്യൂനപക്ഷമാണ്. ഇപ്പൊ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും അവരും ഒക്കെ ചേർന്ന് ഒരുമിച്ചാണ് ഭരിക്കുന്നത്. അപ്പോ പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആണ്. നമ്മൾ പലപ്പോഴും വിചാരിച്ചിരുന്ന അവരുടെ ഇന്റർനാഷണൽ ഇന്റലിജൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇന്റലിജൻസ് നടത്തുന്നത് നമ്മുടെ റോ ചെയ്യുന്ന പോലെ മൊസാദാണ് ചെയ്യുന്നത്. മൊസാദാണ് രഹസ്യാന്വേഷണ പ്രവർത്തനത്തിൽ വലിയ മുന്തിയത് എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങൾ ഭയപ്പെടുത്താൻ അവർ തന്നെ ഉണ്ടാക്കിയ കഥകളാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, അവർ മോശമാണെന്നല്ല പറഞ്ഞാൽ അതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇന്റേണലായി പ്രവർത്തിക്കുന്ന ഷിൻബത്ത് എന്ന് പറയുന്ന ഒരു നമ്മുടെ CBI പോലെ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലെ പ്രവർത്തിക്കുന്ന ഷിൻബത്ത് വളരെ ശക്തമാണ്. അവിടുത്തെ ജനങ്ങളുടെ മേൽ അവർക്ക് എല്ലാ തരം സ്വാതന്ത്ര്യങ്ങളും ആ രാജ്യത്തിനുള്ള ഒരു ജനാധിപത്യ സമൂഹ നിലയിലുണ്ടെങ്കിലും അവരുടെ നിതാന്ത നിരീക്ഷണത്തിലാണ്. ഈ സയനിസ്റ്റ് മൂവ്മെന്റിനെതിരെ വരുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനത്തെയും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ ഖനിക്കും. അവർക്ക് അവരെ ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിനും അനുവദിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഷിൻബത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഷിൻബത്തിന്റെ ഒക്കെ നേതാക്കന്മാരാണ് പലരും ഈ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ട് അവിടെ വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെയുണ്ട്. മറ്റൊന്ന്, അത് മിലിറ്ററൈസ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയാണ്. നിർബന്ധിത സൈനിക സേവനം 17 വയസ്സ് കഴിയുമ്പോൾ എല്ലാ യഹൂദനും ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഈ ഇത്തരം പ്രൊപ്പഗണ്ടകൾ കണ്ട് വളരുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പൊ ആ തരത്തിലുള്ള അപ്പോ അതിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പക്ഷെ അവർക്ക് എക്സ്പോഷർ ഉണ്ട്. അവരുടെ വിവരങ്ങൾ തടയാൻ ആർക്കും പറ്റില്ല. ലോകം എങ്ങനെയാണ് ചലിക്കുന്നത്, എങ്ങനെയാണ് അറബ് സമൂഹം എന്ന് പറയുന്നത്, അവർ നമ്മുടെ ശത്രുവാണോ എന്നൊക്കെ അറിയുന്ന ഒരു സൊസൈറ്റി അവിടെ തീർച്ചയായിട്ടും വളർന്നു വരുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തോന്നുന്നു, അവിടെ 10ഓളം സംഘടനകൾ, NGO-കൾ, അവർക്ക് പുറത്ത് പ്രവർത്തിക്കാൻ അനുവാദമില്ലെങ്കിലും അവർ ഈ അധിനിവേശത്തെ, ഈ അതിക്രമത്തെ എല്ലാം ഡോക്യുമെന്റ് ചെയ്തു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇസ്രയേൽ അതിക്രമം ചെയ്യുന്നത് എന്ന് ഡോക്യുമെന്റ് ചെയ്തു വെക്കാൻ മാത്രമേ അവർ വരത്തുള്ളൂ. ഒരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ നടക്കില്ല. അങ്ങനത്തെ ഒരു സൊസൈറ്റിയും അവിടെ വളർന്നു വരുന്നുണ്ട്. ഈ ഗവൺമെന്റുകളെല്ലാം ഒരു അമിത ദേശീയതയുള്ള ഒരു തരം തലമുറയാണ് ഇന്ന് ലോകത്തിൽ മൊത്തത്തിലുള്ളത്. ഇപ്പം ജർമ്മനി നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 10-40 വർഷത്തോളം ഒരൊറ്റ നാസി അനുകൂല പാർലമെന്റേറിയനും ഇല്ലാതെ ഹിറ്റ്ലർക്ക് ശേഷം ജർമ്മനി മുമ്പോട്ട് പോയെങ്കിൽ പിന്നീട് അതിൽ ഇന്ന് എണ്ണപ്പെട്ട അംഗങ്ങൾ അവിടുത്തെ നെയോ നാസികളായിട്ടുണ്ട്. അത് ഇറ്റലിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്. അതിനകത്ത് ഏറ്റവും കുറവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിലാണെന്ന് പറയാം. ഒരു വലതുപക്ഷ ശക്തമായ തീവ്ര സ്വഭാവമുള്ള വലതുപക്ഷ ഫാർ റൈറ്റ് ആയ ആളുകളുടെ ഭരണത്തിലേക്ക് വന്നതിൽ ഏറ്റവും കുറവ് ബ്രിട്ടനിലാണ് വന്നത്. ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് ബ്രിട്ടനിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്മുടെ കേരള കോൺഗ്രസിന്റെ സ്വഭാവമുള്ളതുകൊണ്ട് വളരുകയും പിളരുകയും ചെയ്യുന്ന ഒരു രീതി അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഉണ്ടാകാതെ വന്നത്. പക്ഷേ എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇസ്രായേലിൽ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, റൊമേനിയയിലത്തെ പണ്ടത്തെ ഒരു ഏകാധിപതി ഉണ്ടായിരുന്നു, നിക്കോളായ് ചൗഷസ്കി. നിക്കോളായ് ചൗഷസ്കി എന്ത് ഭീകര ഭരണമായിരുന്നു. അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തിന് ജനപിന്തുണ ഇല്ലെന്നും ജനങ്ങൾ ഇതിനെതിരാണെന്നും വിചാരിച്ചില്ല. ഒരു ദിവസം ഇദ്ദേഹം പ്രസംഗിക്കാനായി ഇദ്ദേഹത്തിന്റെ ഭാര്യ എലീനയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ബാക്സീറ്റിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന എലീനയാണ്. നിക്കോളായ് ചൗഷസ്കി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ആരോ ഒരാൾ ശബ്ദം ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. ആ ശബ്ദം വലിയ ആരവമായി മാറുകയും ഇദ്ദേഹത്തെ കേൾക്കാതെ വരികയും ഇദ്ദേഹത്തെ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒളിച്ചോടി അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് 24 മണിക്കൂർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പോഴാണ് ആ സൊസൈറ്റി മൊത്തം മാറിയിരിക്കുന്നു എന്നുള്ള വിവരം ലോകം തന്നെ അറിയുന്നത്, അവർ തന്നെ അറിയുന്നത്, എത്ര അതൃപ്തരായിരുന്നു എന്നുള്ള വിവരം. ഇതുപോലൊരു ദിവസം ഈ പറയുന്ന സയൻസ് നേതാക്കന്മാരെ അവർ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലം ഉണ്ടാവും. അത്രയും അതൃപ്തി ആ സൊസൈറ്റിയിലുണ്ട്. അത് ഈ പറയുന്ന ഇറാന്റെ ആക്രമണത്തോട് ഒന്നുകൂടി വളർന്നിട്ടുണ്ട്. കാരണം അവർ സുരക്ഷിതരല്ല. ഇന്ന് ലോകത്തിൽ യഹൂദന്മാർ സുരക്ഷിതമല്ലാത്ത ഏക രാജ്യം ഇസ്രായേലാണ്. അത് അവർ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം അവിടുത്തെ അകത്തെ ഒരു രാഷ്ട്രീയ നിലപാട് നോക്കിക്കഴിഞ്ഞാൽ ആ ഗവൺമെന്റിനോട് താല്പര്യമുള്ളവരെക്കാൾ കൂടുതൽ താല്പര്യമില്ലാത്തവരാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും പുറത്തു വരുന്നില്ല. ഹലോ, ഞാനാണോ? പറഞ്ഞു. സജിബായ്, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, എന്നോട് 1-2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അതിൽ ഒന്നും പ്രധാനപ്പെട്ടത് നാസറിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞതിൽ ഒരു ചെറിയ വിയോജിപ്പാണ്. അത് മണ്ടത്തരമായ ഒരു തീരുമാനമായിരുന്നു ആ യുദ്ധം, അതോ നാസറിന്റെ അധികാരമോഹമായിരുന്നു?
ഒരു ഐക്യ അറബ് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടല്ലേ നാസർ ആ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള സംശയം. പിന്നെ ഒന്ന്, ഹമാസിന്റെ അല്ലെങ്കിൽ ഫത്ത പാർട്ടിന്റെ വരവോടുകൂടി, അതായത് യാസർ അറഫാത്തിന്റെ കാലഘട്ടത്തിന്റെ ശേഷം പലസ്തീനിലെ പോരാട്ടങ്ങൾക്ക് ഒരു മതത്തിൻ്റെതായിട്ടുള്ള മുഖം വന്നിട്ടുണ്ട്. പണ്ട് അത് അങ്ങനെയല്ലായിരുന്നു. ജോർജ് അബാഷിന്റെ കാലഘട്ടത്തിലൊക്കെ ഒരു മതേതരമായിട്ടുള്ള ഒരു മുഖം പാലസ്തീനിലെ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നൊന്നുള്ളത് 6 ഡേയ്സ് വാറിൽ ഇപ്പം നമ്മൾ പറയുന്ന ഗാസയായാലും വെസ്റ്റ് ബാങ്ക് ആയാലും മറ്റ് പ്രദേശങ്ങളായാലും പാലസ്തീൻ്റെ പ്രദേശം എന്ന നിലക്കാണോ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത മറ്റ് രാജ്യങ്ങളുടെ പ്രദേശം എന്ന നിലക്കല്ല ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ്? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് സിറിയയിൽ നിന്നിട്ടും ഗാസ ജോർദാനിൽ നിന്നിട്ടും സിനായ് മരുഭൂമി പോലുള്ള പ്രദേശങ്ങൾ ഈജിപ്തിൽ നിന്നിട്ടല്ലേ പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ചോദിക്കാൻ. അതിനൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം പറഞ്ഞ ഭാഗം ഏതാണ്ട് ശരിയാണ്. ഞാൻ അതിൽ ആദ്യത്തെ പറഞ്ഞാൽ ഗമാൽ നാസറെ സംബന്ധിച്ച് അറബ് നാടുകളിൽ ജീവിച്ചിരുന്നതിൽ എക്കാലത്തെയും വലിയൊരു നേതാവായിരുന്നു ഗമാൽ നാസർ. നമ്മുടെ ഇന്ത്യയുമായിട്ടൊക്കെ അദ്ദേഹം നെഹ്റുവുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ശരിക്കും ചേരിചേരാ പ്രസ്ഥാനത്തിന് നെടുന്തൂണുകൾ എന്ന് പറയാവുന്നത് ഗമാൽ നാസറും നെഹ്റുവുമായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യന് അദ്ദേഹം ഈ 6 ഡേ വാർ എന്ന് പറയുന്ന 67-ലെ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പാലസ്തീൻ അല്ല ഇസ്രയേലുമായി യുദ്ധം ചെയ്തത്, ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളായിരുന്നു. അവർക്കെല്ലാം അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഇന്നുമുണ്ട്, നിർഭാഗ്യവശാൽ ഇന്നുമുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ ആ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് എനിക്ക് വിലക്കുണ്ട്. അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് എംപ്ലോയ്മെന്റ് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ എതിരെ പറയുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് വരുന്നതും കൂടി ഞാൻ എടുക്കേണ്ടി വരും. തൽക്കാലം അതെനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പരിമിതിയുണ്ട്. പക്ഷെ ഗമാൽ നാസറെ സംബന്ധിച്ച് അന്നത്തെ യുദ്ധത്തിന്റെ തന്ത്രത്തിലാണ് അദ്ദേഹം പാളിപ്പോയത്. കാരണം ഇവർ വളരെ പെട്ടെന്ന് ഹെഡ് ചെയ്യുകയും അവരുടെ വലിയൊരു പട്ടാള വ്യൂഹം മുമ്പോട്ട് പോവുകയും ആ സമയത്ത് ഇസ്രായേൽ ചെയ്ത യുദ്ധതന്ത്രം എന്ന് പറയുന്നത്, ഇവർ മുമ്പോട്ട് പോയപ്പോൾ ഇവരുടെ പിന്നിലുണ്ടായിരുന്ന, ഇവർക്ക് ബാക്കിങ് ചെയ്യുന്നതിനുവേണ്ടി ആയുധങ്ങളും ആഹാരങ്ങളും എത്തിച്ചു കൊടുക്കുന്ന റൺവേയും എയർപോർട്ടും അവർ തകർത്തു കളഞ്ഞു. അപ്പൊ ഈ മുമ്പോട്ട് അഡ്വാൻസ് ചെയ്തിരിക്കുന്ന പട്ടാള വ്യൂഹത്തിന് ബാക്കിങ് കിട്ടാതെ വരികയും അവർ ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്രയേലിന് കൊന്നുകളയാനും പറ്റും. കാരണം അവർക്ക് തിരിച്ചു പോകാനും പറ്റില്ല, അവർക്ക് ആഹാരവും കിട്ടുന്നില്ല. ഇവരുടെ വാർത്താ മാധ്യമങ്ങളെ ഇവർ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷെ ആ യുദ്ധം പട്ടാളക്കാരുടെ അഡ്വൈസ് ആയിരുന്നു ശരിക്കും. മാത്രമല്ല അദ്ദേഹത്തിന് ദുരഭിമാനം പോലെയായിരുന്നു ഇത് ജയിക്കാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും. മാത്രമല്ല അവര് ഇസ്രയേലിന്റെ കഴിവിനെ അണ്ടർമൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ മറ്റ് പല അറബ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഗമാൽ നാസർ എന്ന് പറയുന്ന ഒരാളുടെ ദുരഭിമാനത്തിന്റെ ഭാഗം കൂടെയായിരുന്നു. പിന്നെ ആ ഒരു ദുഃഖത്തിൽ ആണ് ശരിക്കും ഗമാൽ നാസർ മരിക്കുക പോലും ചെയ്യുന്ന, യുദ്ധം പരാജയപ്പെട്ടതിന്റെ പേരിൽ. അപ്പോ ഗമാൽ നാസർ എന്ന് പറയുന്ന ഒരു നല്ല ഭരണകർത്താവ് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം അവരവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് പല രാജ്യങ്ങളുടെയും കയ്യിൽ ഈ പറയുന്ന പാലസ്തീൻ പിന്നീട് യുദ്ധശേഷം ഒക്കെ ആയിത്തീർന്നത്. പിന്നെ ഇസ്രയേൽ ഈ യുദ്ധം ചെയ്ത് ഗസ അവരുടെ കയ്യിലായി, ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്ക് അവർ പിടിച്ചെടുത്തു, ഗോലാൻ കുന്നുകളൊക്കെ അവർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളൊരു ആർമിസ്റ്റിക് അറേഞ്ച്മെന്റ് എത്തും. പിന്നെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്ന സമയത്ത് സാധാരണ ചെയ്യുന്ന ഒരു നീതി മാത്രമാണ് യുദ്ധസമയത്ത് കയ്യേറിയ സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഔദാര്യമൊന്നുമല്ല, അത് അവരുടെ പാർട്ടേ അല്ല. അത് പിന്നീട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതും അങ്ങനെ അവരവരുടെ അതിർത്തികളിലേക്ക് മടങ്ങി പോവുക എന്നുള്ളതും പിന്നെ സമാധാന കാലത്ത് ചെയ്യുന്ന ഒരു ന്യായമായ ഒരു കാര്യം മാത്രമാണ്. അത് മാത്രമേ അതായത് ഇസ്രയേലിന്റെ ലാൻഡ് അല്ലായിരുന്നു. ഇസ്രയേൽ അംഗീകരിക്കുന്ന അതിർത്തിയിൽ നിന്ന് വെളിയിൽ അവർ യുദ്ധകാലത്ത് പിടിച്ചെടുത്തത് പിന്നീട് അവർക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത് ഇസ്രയേൽ ചെയ്ത ഒരു ഔദാര്യമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. അത് യുദ്ധ നീതിയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു ആർമിസ്റ്റിക് അറേഞ്ച്മെന്റ്സ് പൊതുവെ ഏത് വെടിനിർത്തലിലും ഉണ്ടാകുന്നത്. കയ്യേറിയ സ്ഥലം സ്വന്തമാക്കുക എന്നുള്ളതല്ല, അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പറയാവുന്ന പരിധികൾക്കുള്ളിൽ ആ കാര്യം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സമശിഷ്ടങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരവരുടേതായ താല്പര്യം ഈ വിഷയത്തിലുണ്ട്, ഈ പാലസ്തീൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഈ രാജ്യങ്ങളെല്ലാം ഇല്ലെന്നുള്ള അറബ് ലീഗിലുള്ള രാജ്യങ്ങളെല്ലാം ഇല്ല GCC രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, അവർ സപ്പോർട്ട് ചെയ്താൽ ഈ പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിന് പൂർണ്ണമായ ഒരു സപ്പോർട്ട് കൊടുക്കുകയും അവർക്ക് സ്വന്തമായ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യില്ല. അതാണ് എന്റെ യാഥാർത്ഥ്യം.
അതിന് അവരുടേതായ രാജ്യങ്ങൾക്ക് അതിൻ്റെതായ താല്പര്യങ്ങളും ഇതുണ്ട്. പിന്നെ ഇസ്രയേലുമായി സഹകരിക്കുന്ന താല്പര്യമുള്ള ധാരാളം അറബ് രാജ്യങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഒറ്റ വാചകം എനിക്ക് പറയാവുന്നതിന്റെ പരമാവധി പറയാം. ഈ ഭരണകൂടങ്ങളൊന്നും ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരല്ല. അവിടെ ജനങ്ങളുടെ ഏതാണ്ട് 29 കൊല്ലം ഈ സ്ഥലങ്ങളിൽ താമസിച്ച ഒരു വ്യക്തി എന്നുള്ളതിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ജനങ്ങളെല്ലാം ഒരു പക്ഷവും ഭരണകൂടങ്ങൾ മറ്റൊരു പക്ഷവും താല്പര്യമുള്ളവരാണ്. ഇവർ തമ്മിൽ ചായ കുടിച്ച് പിരിയും, തമ്മിൽ മീറ്റ് ചെയ്യും, അതിനുശേഷം ഇവരൊന്നും ചെയ്യാതിരിക്കും, ഇവർ പ്രമേയം പാസ്സാക്കും. പക്ഷേ അനുഭവിക്കുന്നത് പാലസ്തീനിൽ കഴിയുന്ന സാധാരണ മനുഷ്യരാണ്. സ്ഥലം നഷ്ടപ്പെടുന്നവരാണ്, വീട് നഷ്ടപ്പെടുന്നവരാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ അനുഭവിക്കുന്നവരും അവർ തന്നെയാണ്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയും അതിനകത്ത് പിന്നെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും ഈ അറബ് സമൂഹത്തിന്റെ തലയിലിടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്. പാലസ്തീൻ കൈനീട്ടുന്ന ലോക സമൂഹത്തോടാണ്. നമുക്കൊരു ഉത്തരവാദിത്തം, എനിക്കുണ്ടൊരു ഉത്തരവാദിത്തം, നിങ്ങൾക്കുണ്ടൊരു ഉത്തരവാദിത്തം, ലോക സമൂഹങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യക്കുണ്ടൊരു ഉത്തരവാദിത്തം. ഇന്ത്യ അതിനകത്ത് എത്രയോ നിഷ്പക്ഷമായ എത്ര സത്യസന്ധമായ ഒരു നിലപാടാണ് ഇന്ത്യ എടുത്തിരുന്നത്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം 48 ഉണ്ടായിട്ട് ഇന്ത്യയിൽ ഒരു കോൺസുലേറ്റ് തുടങ്ങാൻ നമ്മൾ അനുവദിച്ചില്ല. നമ്മൾ അവരൊരിക്കലും ഒരു രാജ്യമായി അംഗീകരിച്ചതേയില്ല. കാരണം അനീതിയിൽ പിറന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. അത് അധിനിവേശത്തിൽ പിറന്നതാണ്. ആ നാട്ടുകാരുടെ അനുവാദം ചോദിക്കാതെ ഒരു പ്രവിശ്യ ഒരു പ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് സ്വന്തമായി രാജ്യം സ്ഥാപിച്ചു എന്നുള്ള ബോധ്യം ഇന്ത്യൻ ഗവൺമെന്റ് അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരൊരിക്കലും ഒരു എംബസി തുടങ്ങാൻ നമ്മൾ അനുവദിക്കുകയോ നമ്മുടെ ഗവൺമെന്റ് ഇസ്രയേലിനെ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് 1950 അവർക്ക് ഒരു കോൺസുലേറ്റ് തുടങ്ങാനാണ് അനുവദിച്ചത്. സാധാരണ എംബസി എല്ലാ രാജ്യങ്ങളും തുറക്കുന്നത് അതിന്റെ തലസ്ഥാന നഗരിയിലാണ്. ആ രാജ്യത്തെ അംഗീകരിക്കുമ്പോഴാണ് ഒരു എംബസി ആരംഭിക്കുന്നത്, ഒരു അംബാസഡർ വരുന്ന ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ എംബസി തുറക്കാൻ അനുവദിച്ചില്ല. അവർക്ക് ഒരു കോൺസുലേറ്റ് തുറക്കാൻ, അതും ബോംബെയിലാണ് 1950 അനുവദിച്ചത്. പിന്നെ 92 82 മറ്റെങ്ങാണ്ടാണ് അവർക്ക് എംബസി ഡൽഹിയിൽ തുറക്കാൻ അനുവദിച്ചത്. അത്തരത്തിലുള്ള നീതിപൂർവമായ നിലപാടെടുത്ത ഒരു രാജ്യമാണ് ഇന്ന് ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും അവരുടെ ആയുധങ്ങൾ ഏറ്റവും മുന്തിയതാണെന്ന് കരുതുകയും അവരെ പക്ഷം ചേർന്ന് കീഴുന്നത്. എന്നാലും പേപ്പർ നമ്മൾ നിലപാടിൽ നിന്നും പാലസ്തീന്റെ കൂടെയാണെന്ന് പറയുമെങ്കിലും പ്രവൃത്തിയിൽ, തത്വത്തിലൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നുമാണ്. ഇൻ തിയറി നമ്മളിപ്പോഴും പാലസ്തീന്റെ കൂടെയാണെന്ന് പറയും. അത് ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ലെഗസി നമുക്ക് ആ കാര്യത്തിലുണ്ട്. അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു നിലപാടുകളാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ പല പാർട്ടുണ്ടായിരുന്നു. അതിലേതാണ് ഒന്നുകൂടെ സൂചിപ്പിക്കാമോ? ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി ഉണ്ട് അതിൽ. എന്താ വെച്ചാല്, ഒന്ന് നമ്മള് ഹമാസിന്റെയും PLOന്റെയും ഉത്ഭവനത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പാലസ്തീൻ പോരാട്ടങ്ങൾക്ക് ഒരു മതേതരത്വ മുഖം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള ഒരു മതത്തിന്റെ അടയാളത്തിലുള്ള പോരാട്ടമായി പോയി എന്നുള്ള ഒരു നിലപാട്. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞതിൽ എനിക്ക് അത് മറന്നു, ഞാൻ ആ കാര്യത്തിൽ ഒന്ന് അഡ്രസ് ചെയ്തിട്ടെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് നമുക്ക് ചരിത്രപരമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് അവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചല്ല. നമ്മുടെ ഐഡിയോളജിക്കലി അവരുമായിട്ട് ചേരുന്ന സ്ട്രാറ്റജിക്കലി ഒരു രാജ്യമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ടാണ്. അവിടെ നമ്മൾ ഒരു മതേതര രാജ്യമാണ്. നമുക്ക് ഒരു മത രാജ്യവുമായിട്ട് കൂടിച്ചേരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അലയാവുന്നതോ അവരുമായി നമ്മൾ തന്ത്രപരമായ ബന്ധം ഉണ്ടാക്കുന്നതോ ആ രാജ്യത്തിന് ഇന്ത്യയുടെ റീഫോം ഒന്നും നമ്മുടെ കാര്യമല്ല. അത് തദ്ദേശീയരായ അവരുടെ മാത്രം പ്രശ്നമുണ്ട്. നമ്മളിപ്പോ രണ്ടാമത്തെ താലിബാൻ 2 വന്നു. നമ്മൾ ഒരുപാട് ചർച്ച നടത്തുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ താലിബാൻ ആയതുകൊണ്ടാണോ, താലിബാന്റെ ഐഡിയോളജിയായിട്ട് യോജിക്കുന്നതാണോ? അല്ല. നമ്മൾ അവരുമായിട്ട് തന്ത്രപരമായ ഒരു ബന്ധമാണുള്ളത്, സ്ട്രാറ്റജിക്കലായിട്ടൊരു ബന്ധമാണുള്ളത്, ഐഡിയോളജിക്കലി ബന്ധമല്ല. ഇപ്പൊ ഹിറ്റ്ലർ ജീവിച്ചിരുന്ന കാലത്ത് സുഭാഷ് ചന്ദ്രബോസ് പോയി ഹിറ്റ്ലറിനെ കണ്ടതിന് ശേഷം ഹിറ്റ്ലറുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പകരം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണമെന്ന് സുഭാഷ് ചന്ദ്രബോസും സരോജിനി നായിഡുവിന്റെ സഹോദരനായിരിക്കുന്ന വീരേന്ദ്രനാഥ് ചതോപാധ്യായും ഒക്കെ പോയി അദ്ദേഹത്തെ കണ്ടതിന് ശേഷം അതിനർത്ഥം നമ്മൾ നാസി ഐഡിയോളജിയായിട്ട് യോജിക്കുന്ന ഒരാളായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസ്. നമ്മുടെ ഇന്നത്തെ ധീര ദേശാഭിമാനിയായ സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറിന്റെ ഐഡിയോളജിയുമായി, നാസി ഐഡിയോളജിയുമായോ അവരുടെ വൈറ്റ് സുപ്രീമസി, അവരുടെ നോർഡിക് വംശജരായ സുപ്രീമസിയെ കുറിച്ചോ അവരുടെ റേസിസത്തിലോ യോജിക്കുന്നവരായിരുന്നില്ല. മറിച്ച് അവരുടെ ശത്രുവാണ് നമ്മുടെ ശത്രു. അവരുടെ ശത്രു ബ്രിട്ടനാണ്, നമ്മുടെ ശത്രു ബ്രിട്ടനാണ്. കാരണം നമ്മളന്ന് കോളനി അവരുടെ. അപ്പൊ നമ്മൾ ഡീകോളനൈസ് ചെയ്യാനായി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ നമ്മൾ പോയി ഹിറ്റ്ലറെ കണ്ടു. അതിനർത്ഥം അപ്പൊ എന്ന് പറയുന്ന പോലെ മാത്രമാണ് നമ്മൾ ആരോടെങ്കിലും നമ്മൾ പാലസ്തീനുമായിട്ട് യോജിക്കുന്നുവെങ്കിൽ അതിനർത്ഥം പാലസ്തീന്റെ ഐഡിയോളജിയോ പാലസ്തീൻ ഇപ്പൊ ഭരിക്കുന്നവരുടെ ഐഡിയോളജിയോട് ചേരുന്നു എന്നുള്ളതല്ല. നീതി എവിടെയാണോ, ന്യായം എവിടെയാണോ, തന്ത്രപരമായ നമ്മുടെ സ്ട്രാറ്റജിക്കലായ നമ്മുടെ യോജിപ്പുമാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ അതിന് മതപരമായ ഒരു കാഴ്ചപ്പാട് വന്നുവോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് ഹമാസ് അങ്ങനെ തന്നെയാണല്ലോ, അതൊരു ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. പക്ഷെ അത് വേണമെന്ന് തീരുമാനിക്കണോ പറയാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. നമുക്ക് ഒരു അഭിപ്രായം പറയാം, അത് ഒരു സെക്യുലർ ആയ ഒരു സൊസൈറ്റി ആയിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപ്പുറത്ത് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കണം അന്നാട്ടുകാരൻ മാത്രം കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണമുള്ളൂ. ഇന്ന് ഈ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, അവർക്ക് വേണ്ടി ജീവിതം കളയാൻ
അവർക്ക് വേണ്ടി അവകാശങ്ങളെ കുറിച്ച് പറയാൻ, ഈ അധിനിവേശത്തെ എതിർക്കാൻ ലോകത്തിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യൻ നിലയിൽ നിശ്ചയമായിട്ട് ഹമാസിനെയും അതുകൊണ്ട് ഞാൻ ഹൂത്തികളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹൂത്തികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ബദ്ധ ശത്രുവാണ് ഹമാസ് എന്ന് പറഞ്ഞാൽ. കാരണം ഹൂത്തികൾ അവിടെ യുദ്ധം ചെയ്യുന്നത് ഇസ്ലാമിക് ബ്രദർഹുഡുമായിട്ടാണ് അവിടെ രാജ്യത്ത്. ആ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ അതേ ഐഡിയോളജിയാണ് ഹമാസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നത് ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചപ്പോൾ അവർ ഐഡിയോളജി മാറ്റിവെച്ചു. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യുന്ന പാലസ്തീനികൾ ഒരു വശത്തും ഇവർ ഐഡിയോളജി മറ്റൊരു വശത്തും വെച്ചപ്പോൾ ഇവർ ഐഡിയോളജി മാറ്റിവെച്ചു. അവരുടെ നാട്ടിൽ അവർ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്, ആരുടെ മുമ്പിലാണോ കൊല്ലപ്പെടുന്നത്, ആരാണോ അവരുടെ ശത്രു, അതേ ഐഡിയോളജി പേറുന്നവനാണെങ്കിലും അവർ തിരസ്കൃതരാകുകയും നിഷ്കാസിതരാകുകയും സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ഒരു ലാഭവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഹൂത്തികൾ. അവരുടെ പൊസിഷൻ വെച്ച് കുറച്ച് പ്രാധാന്യമുള്ളത് കൊണ്ട് ആ കപ്പൽ മാർഗത്തിൽ അവരുടെ ലൊക്കേഷൻ വെച്ച് കുറച്ച് പ്രാധാന്യമുള്ളതുകൊണ്ട് അവർക്കും ഇതിനകത്ത് ശക്തമായ ഒരു ഇടപെടാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയും നഷ്ടം മാത്രമാണ്, അവർക്ക് ഒരു പ്രയോജനവുമില്ല. അവരെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റൊരു ശത്രുവാണ്. കാരണം അവരുടെ സ്ഥലം അതിക്രമിച്ച് കയറുകയും അങ്ങനെയാണ് ഹിസ്ബുള്ള ഉണ്ടായത് പോലും. ഈ പറയുന്ന സംഘടനകളെല്ലാം ഉണ്ടായത് എങ്ങനെയാണ്? 86-ൽ എങ്ങനെയാണ് ഹമാസ് ഉണ്ടായത്? ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം തുടങ്ങുമ്പോൾ ഹമാസ് ഇല്ലല്ലോ, പിക്ചറിലേ ഇല്ല, അങ്ങനെ സംഘടനയില്ല, പിന്നീട് ഉണ്ടായതാണ്. അവർ സാഹചര്യം ഉണ്ടാക്കിയതാണ്. മറിച്ച് അവരുടെ ഐഡിയോളജിയെ സംബന്ധിച്ച് നമുക്ക് വിയോജിപ്പുണ്ട്, എനിക്കുണ്ടെന്ന് വിയോജിപ്പ്. പക്ഷെ ഇന്ന് അവർ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇന്ന് ഹൂത്തികൾ നിൽക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഹൂത്തികളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട പൊളിറ്റിക്കലായിട്ട് നമുക്ക് വിയോജിക്കാം, ആശയപരമായി നമുക്ക് വിയോജിക്കാം. പക്ഷെ അവർ ഇന്ന് ഏർപ്പെടുന്ന ഒരു പ്രത്യേക പ്രവൃത്തിയിൽ അവരുടെ കൂടെ ലോക സമൂഹം മൊത്തം നിൽക്കേണ്ടതുണ്ട്. കാരണം ലോക സമൂഹത്തിന്റെ ആവശ്യമാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് എന്താണ്? യുദ്ധം നിർത്തൂ, ഈ ചോര ഒഴുകൽ അവസാനിപ്പിക്കൂ, അധിനിവേശം നിർത്തൂ, നിങ്ങൾ നിങ്ങളുടെ അതിർത്തിയിലേക്ക് തിരിച്ചു പോകൂ, എന്നിട്ട് നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്യൂ എന്ന് പറയുന്നത് അത് അവരുടെ മാത്രം ശബ്ദമല്ല, അത് ലോകത്തിന്റെ ശബ്ദമാണ്. മനുഷ്യ സ്നേഹമുള്ള എല്ലാവരുടെയും ശബ്ദത്തിലാണ് ഈ പർട്ടിക്കുലർ ഇഷ്യൂയിൽ അവർ ഇടപെടുന്നത്. അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി അവരോട് യോജിച്ചേ പറ്റുള്ളൂ. മറിച്ച് നിങ്ങൾ പറഞ്ഞ പോയിന്റ്, അവർക്കൊരു മതപരമായ ഒരു കാഴ്ചപ്പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഹമാസ് രൂപം കൊണ്ട് തന്നെ. അതിന് വേണ്ടെന്ന് തീരുമാനിക്കേണ്ട നാട്ടുകാരാണ്, നമ്മളല്ല. അത് നമ്മുടെ ജോലിയുമല്ല. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ ഉള്ളൂ ചർച്ച തുറന്നു കൊണ്ടുപോകാൻ. അപ്പം രണ്ടുപേരും കൂടെ ചോദ്യം ചോദിക്കാൻ ക്യൂവിലുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം. ഷമീർ ചോദിച്ചു. ഗുഡ് ഈവനിങ് സജി. സജി, നേരത്തെ ജർമ്മനി ഇസ്രയേലും തമ്മിലുള്ള ചങ്ങാത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. സജി മുന്നേ പറഞ്ഞിരിക്കുന്ന ഇർഗു, ലേഹി, ഇവര് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ചങ്ങായിത്തം ഉണ്ടെന്ന് ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? എന്റെ സൗണ്ട് കേൾക്കോ? ഞാൻ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് ഇത് ചെയ്തോണ്ടിരിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാനത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കാമല്ലോ. ഇപ്പൊ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നില്ല. അപ്പൊ ഞാൻ പറയാം. അതായത് അന്നത്തെ ജെറുസലേമിലെ ഗ്രാൻഡ് ബെർലിനിൽ പോവുകയും ഹിറ്റ്ലറുമായി കൂടിക്കാണുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം അദ്ദേഹം റേഡിയോ പ്രക്ഷേപണങ്ങൾ അവിടെ അറബി ഭാഷയിൽ നടത്തിയുണ്ടായി. നമ്മുടെ ശത്രു യഹൂദനാണ്, ഇവിടെ ശത്രു യഹൂദനാണ്, അതുകൊണ്ട് നമ്മൾ ഹിറ്റ്ലറോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി ഏത് വർഷമാണ് ഞാൻ 1937 തോന്നുന്നു അവിടെ പോവുകയും കുറച്ചു കാലം താമസിക്കുകയും ഹിറ്റ്ലർ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വന്നതിന് ശേഷം ഇതേ കാര്യം അവിടെ അറബ് നേതാക്കന്മാരോടും അറബ് സമൂഹത്തോടും അദ്ദേഹം പറയുണ്ടായി ഗ്രാൻഡ് മുഫ്തി. പക്ഷെ എല്ലാവരും അത് തള്ളിക്കളഞ്ഞു. കാരണം ഹിറ്റ്ലർ ചെയ്യുന്നത് വംശഹത്യയാണെന്നും അത് യഹൂദന്മാരെ കൊന്നുകളയാണെന്നും അതുകൊണ്ട് ഇതിനോട് ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം തള്ളിക്കളഞ്ഞു. ഇനി മറ്റൊരാളെ കുറിച്ച് പറഞ്ഞാൽ മുഹമ്മദ് അഞ്ചാമൻ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് മൊറോക്കോയിലെ ഭരണാധികാരി. ആ മൊറോക്കോയിലെ ഭരണാധികാരി ആയിരിക്കുമ്പോഴും അദ്ദേഹം അവിടുത്തെ രാജാവായിരിക്കുമ്പോഴും അന്ന് അത് ഭരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വിച്ചി ഫ്രാൻസ് എന്ന് പറയുന്ന ഫ്രാൻസ് എന്ന നാസി ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു അന്ന് മൊറോക്കോ. അന്ന് നാസികൾ മൊറോക്കൻ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യണം എല്ലാ യഹൂദന്മാരുടെയും, എന്നിട്ട് കഴിയുന്നിടത്തോളം ആളുകളെ നിങ്ങൾ യൂറോപ്പിലോട്ട് കപ്പൽ മാർഗം പറഞ്ഞയച്ചാൽ അവരെ അവിടെ വംശഹത്യ ചെയ്യാം. ഇവർ സമൂഹത്തിനും ലോകത്തിനും ആപത്താണെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുഹമ്മദ് രാജാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗോൾഡൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഓർത്തിരിക്കേണ്ടതാണ്, അത് നിങ്ങൾക്ക് തെരഞ്ഞാൽ കിട്ടുന്നതാണ്, നെറ്റിൽ കിട്ടുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, വി ഡോണ്ട് ഹാവ് എനി ജൂ മൊറോക്കൻ ഹിയർ, ഒള്ളി മൊറോക്കൻ സിറ്റിസൺസ് ആണ് പറഞ്ഞത്. ഞങ്ങൾക്ക് യഹൂദൻ മൊറോക്കൻ ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളത് മൊറോക്കോ സിറ്റിസൺ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ, റേസ്, കാസ്റ്റ്, ക്രീഡ്, ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ഒറ്റയാളുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരാളെ പോലും മൊറോക്കോയിൽ നിന്ന് യൂറോപ്പിൽ കൊണ്ടുപോയി കൊന്നുകളയാനായിട്ട് അനുവദിക്കാത്ത ഒരു ഭരണകർത്താവാണ് ഉണ്ടായിരുന്നത്. പിന്നെ ധാരാളം എഴുത്തുകാർ, ലെബനോണിൽ ഉണ്ടായിരുന്ന എഴുത്തുകാർ, ഇറാഖിൽ ഉണ്ടായിരുന്ന എഴുത്തുകാർ, രാഷ്ട്രീയ പ്രമുഖർ എല്ലാവരും
ആ, ഈ ഗ്രാൻഡ് മുഫ്തിയെ തള്ളിക്കളയുക മാത്രമല്ല, ഹിറ്റ്ലറെയും തള്ളിക്കളഞ്ഞ യഹൂദ വംശഹത്യയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്ത, എന്നാൽ ചുരുക്കം ചില പേരിൽ ഈ പറയുന്ന നമ്മുടെ ഗ്രാൻഡ് മുഫ്തിയെ പോലെ ചുരുക്കം ചില ആളുകൾ ഇവരുടെ ശത്രു, ഈ നാട് വന്ന് കയ്യേറിയിരിക്കുന്ന ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ നമ്മൾ ഇവരുടെ കൂടെ കൂടേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം ആള്, ഒരു ചെറിയ അതിന്യൂനപക്ഷം, ന്യൂനാൽന്യൂനപക്ഷമായ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിന് നമുക്ക് ഞാൻ അതിനാണ് മറ്റേ ഇത് ആദ്യമേ പറഞ്ഞത്. ഈ ഹിറ്റ്ലറെ പോയി കണ്ടയാളാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയത്തിന് വേണ്ടി, ബ്രിട്ടനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ബ്രിട്ടന് ശത്രുവായിരിക്കുന്ന ഹിറ്റ്ലറെ പോയി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് കണ്ടതാണ്. അതേപോലെ ഒരു ഇതായിട്ട് കൂട്ടിയാൽ മതി. എന്നാൽ പോലും നമുക്ക് ഈ ഗ്രാൻഡ് മുഫ്തിയെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അദ്ദേഹത്തെ തള്ളി പറയാം. സജി ഹിറ്റ്ലറെ കണ്ടവരെ തള്ളി പറഞ്ഞ് നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ തള്ളി പറയുന്നില്ലെങ്കിലും നമുക്ക് ഗ്രാൻഡ് മുഫ്തിയെ തള്ളി പറയാം. നമ്മൾ അവരൊന്നും പക്ഷം ചേരുന്നില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന അറബികൾ ഈ പറയുന്ന ജർമ്മനിയുടെ നാസി ഗവൺമെന്റിന്റെ ആശയത്തോട് യോജിക്കുന്നവരായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനേ ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇത് ക്യാമറ ഓൺ ആണ്, ഞാൻ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് തിരിച്ചു വരട്ടെ. അതോ ഇങ്ങനെ ശരി ശരി. പോകുന്നതാണോ? അല്ല ഒറ്റ കുഴപ്പമില്ല, സെക്കൻഡ് എടുപ്പിക്കും. ചെയ്തോളൂ ചെയ്തോളൂ. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കാരണം നമുക്ക് മുഖം കണ്ട് സംസാരിക്കുന്നതാണ് അതെ സുഖം. അതെ അതെ. ആ അതിപ്പോ ഹാങ് ആയി. അയ്യോ, ഇല്ല കുഴപ്പമില്ല, ഇപ്പൊ ഞാനിപ്പോ തന്നെ തിരിച്ചു വരാം. ഓക്കെ ശരി. പ്രവീൺ, എന്റെ ചോദ്യം ക്ലിയർ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് വേറൊരു സംഘടനയെ കുറിച്ചായിരുന്നു. ഓക്കെ, സജി തിരിച്ചു വരുമ്പം ചോദിക്കാം. പ്രവീണ്, ഞാൻ കൈവക്കി കണ്ടായിരുന്നോ? തോമസ് ആണ് അടുത്ത തോമസ് ആണ്. ഓക്കെ. പ്രവീൺ ചോദിച്ചത് അഭിലാഷാണ്. സോറി, അഭിലാഷിന്റെ കൈ പൊക്കിയത് കണ്ടില്ലായിരുന്നു. അഭിലാഷിന്റെ കൈ പൊങ്ങിയില്ലായിരുന്നു. സോറി, തോമസ് ക്യൂവിലുണ്ട്. അത് കഴിഞ്ഞ് അഭിലാഷ് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. താങ്ക് യു. നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നിയത്. സജി പറഞ്ഞ പോലെ മൊസാദ് എങ്ങാനും ഇത് നിരീക്ഷിക്കുന്നുണ്ടോ? അതാണ് ഓരോരുത്തരായിട്ട് കണക്ഷൻ ലോസ് ചെയ്ത് മൊസാദ് ഇപ്പൊ ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ ഓരോ വീട് തോറും കയറി ഇറങ്ങി കിടക്കുകയാണ് മൊസാദ്. ഇവിടെ അങ്ങനെ തന്നെ ആട്ടെ. ഇവിടെ എല്ലായിടും അങ്ങനെ തന്നെയാണ്. എവിടെ എന്തും ഫെസ്റ്റിവൽ ഉണ്ടോ അവിടെ എല്ലാം പലസ്തീൻ മാത്രമേ ഉള്ളൂ. മൊസാദ് കുറെ നടക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. ഇതിന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നല്ലോ ഇവിടെ. ഗ്ലാസ്റ്റൻബറി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നല്ലോ. വേൾഡ് വൈഡ് ഇഷ്യൂ. ഇവിടെയുള്ള റോഡിൽ മുഴുവൻ ഇപ്പൊ മറ്റേ ഡെത്ത് കംപ്ലീറ്റ് എഴുതി വെച്ചിരിക്കുന്നില്ല. അല്ല, ഇവര് പറയുന്നത് കേട്ടാലേ കൂടെയുള്ള ആള് മൊസാദാണെന്നുള്ള ഡൗട്ടാണെന്നാ പറയുന്നത് എല്ലാവർക്കും. ഈ മോദി ഇപ്പൊ ഇസ്രായേലിന്റെ ഇവിടെ നിൽക്കുന്ന അമിത്ഷാ മൊസാദിന്റെ ആളാണെന്ന് പേടിച്ചിട്ടാന്ന് പറയുന്നത്. പറയാൻ പറ്റൂലല്ലോ. എങ്ങനെ പറയാം? ഒരേ തത്വല്ലേ. അല്ല, അയാൾക്ക് അദാനിക്കൊക്കെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതല്ലോ. ഹൈഫയിലൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ എന്തായാലും ആ കണക്ഷൻസ് എന്തായാലും കാണുമല്ലോ. അയാളെന്ന് പറഞ്ഞൂടാ, ഇവര് BJP-ക്കാർ അദാനിക്കൊക്കെ പൈസ ബാങ്കല്ലേ കൊടുക്കുന്നത്. എനിവേ, ഇപ്പൊ നമ്മള് മുമ്പിൽ പറയാൻ ഒരു പേര് വേണമല്ലോ, എല്ലാരും കൂടെ പറയാൻ. അതെ. ഹൈഫയിൽ അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയോ കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട്. അതിനകത്ത് ഏതോ ഒരു ഈ പൊട്ടണ സാധനമൊക്കെ പുള്ളി കയറ്റിയേക്ക്, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് കുറെയൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ അവിടെ കേട്ടായിരുന്നു. സോറി, അയാളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനം എന്നല്ല പറയുന്നു. എന്തായാലും ശരി. പിന്നെ അറബ് രാജ്യങ്ങളും മോശക്കാരൊന്നും അല്ല കാര്യത്തില്ലേ. എല്ലാവർക്കും അവരുമായിട്ട് ചങ്ങാത്തമുണ്ട്.
പിന്നെ ഇവരിപ്പോ 2 കൊല്ലം മുമ്പ് ഇവരെല്ലാം ചെറിയൊരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പിലാക്കിയുള്ള അറബ് രാഷ്ട്രവും ഈജിപ്തെല്ലായിട്ട് നല്ലൊരു ബന്ധം, ബിസിനസ് ബന്ധം സ്ഥാപിച്ച് അവരെ കയ്യിലെടുത്തിട്ടാണ് വീണ്ടും അടി തുടങ്ങിയത്. എല്ലാം ബിസിനസ് മോട്ടിവേഷൻ തന്നെ, എന്ത് പറഞ്ഞാലും. ഇനിയിപ്പോ ഒരു പിന്നെ ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാം. പണ്ടൊക്കെ അത്രേ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അറിയാം. പേപ്പറൊന്നും അറിയിക്കൂല, പേപ്പറൊന്നും ഒരു തരത്തിലും ഒരു ന്യൂസും പുറത്ത് വിടൂല. മെയിൻ സ്ട്രീം മീഡിയ ഇപ്പൊ വളരെ നിങ്ങൾക്ക് കേൾക്കാമോ? ഞാൻ തിരിച്ചു വന്നാണ് വിചാരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? സജി, ഞാൻ ചോദിച്ച ചോദ്യം, അതായത് 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ഈ മുന്നേ പറഞ്ഞില്ലേ ഇർഗുൺ, സൈനിക സംഘടന ഇർഗുൺ, ലേഹി, ഇവർ ഒക്കെ ഹിറ്റ്ലറുമായിട്ട് ചങ്ങാതിത്തത്തിലും പട്ടാളവുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. അവരുമായിട്ടൊരു അതിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്, സയനിസ്റ്റ് ഓർഗനൈസേഷനായ. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന അതിന്റെ ഉത്തരം ഞാൻ അതിന് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. സയനിസവുമായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ആളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയുടെ പേരാണ് എടുത്തു പറയാവുന്നത്. മറ്റു ആരും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇതുമായിട്ട് നാസികളുമായി ബന്ധപ്പെട്ട്, ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് ഒരു ആ വംശഹത്യയെ, ഐഡിയോളജിക്കലി ആ വംശഹത്യയെ അനുകൂലിച്ചതായി കൃത്യമായ രേഖകളൊന്നുമില്ല. മാത്രമല്ല ആ തലമുറയിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായ വ്യക്തി പറയുന്നത് ഈ ഇമാമാണ്. ഈ അതല്ല, ഇമാമ് ഇപ്പറല്ല, ഇതിപ്പോ സയനിസ്റ്റ് ഓർഗനൈസേഷൻ പറഞ്ഞല്ലോ, IDF-ന്റെ പഴയ പാർട്ടായിരുന്ന ഇർഗുൺ, അവര് ഹിറ്റ്ലറുമായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഇല്ല. ഒന്നാമത്തെ കാരണം, ഈ അറബ് എന്ന് പറയുന്ന വിഭാഗത്തെ ഒരു സബ് ഹ്യൂമൻ ആയിട്ടാണ് ഹിറ്റ്ലർ കണ്ടിരുന്നത്. കുറഞ്ഞ മനുഷ്യരായി അവർ ലോകത്തിൽ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടം ഒരു ഐഡിയോളജിയാണ് നാസി ഐഡിയോളജി എന്ന് പറയുന്നത്. ഇവരുമായി ഒരു കാലത്ത് സഹകരിച്ചിട്ടില്ല. ഇർഗൻ എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ, അതായത് യൂറോപ്പിലെ യുദ്ധതന്ത്രങ്ങളും 2ാം ലോക മഹായുദ്ധ യുദ്ധതന്ത്രങ്ങളും പഠിച്ചിരുന്ന ഒരു കൂട്ടം തീവ്രവാദ സ്വഭാവമുള്ള സയനിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു പാരാമിലിറ്ററി വിഭാഗമായിരുന്നു. അതായത് ഇസ്രയേലിലെ പാരാമിലിറ്ററി ആയിരുന്നു ഇർഗൻ എന്ന് പറയുന്നത്. സഗാന എന്ന് പറയുന്ന ഇർഗൻ എന്ന് പറയും. ഇർഗൻ പിന്നീട് IDF ആയി മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവര് നാസികളുമായി സഹകരിച്ചു എന്ന് പറയുന്നതിനകത്ത് ചരിത്രപരമായ രേഖകളൊന്നുമില്ല, വിശ്വസനീയമായ രേഖകളില്ല. ശരി, ഇനിയിപ്പോ നമുക്ക് അതിന്റെ അവസ്ഥ റാപ്പപ്പ് ചെയ്യണം. അപ്പൊ മൂന്ന് പേര് കൈവയ്ക്കേണ്ട. അടുത്ത തോമസ് ആണ്. തോമസ് വേഗം ചോദിച്ചു. എന്നെ കേൾക്കാമോ? നന്നായിട്ട് കേൾക്കാം, പറഞ്ഞോളൂ തോമസ്. ഓക്കെ, എനിക്ക് 2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യ ലെനിന്റെയും സ്റ്റാലിന്റെയും നേതൃത്വത്തിൽ ഔദ്യോഗികമായി ജൂതന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ടോ? അവരുടെ സ്റ്റാൻഡായിരുന്നു. പിന്നെ 2ാമത്തെ കാര്യം, ഈ ഹമാസ് രൂപപ്പെടുന്നതിന് ഇസ്രയേൽ സഹായിച്ചിട്ടുണ്ട് എന്ന് ഒരു കാര്യം വായിച്ചിട്ടുണ്ട്. അതിന്റെ എത്രമാത്രം ശരിയുണ്ട്? ഇതിനകത്ത് ഈ റഷ്യയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രോം എന്ന് പറയുന്നത്, ഇവരെ പീഡനം എന്ന് പറയുന്നത് സാർ ചക്രവർത്തിമാരുടെ കാലത്തായിരുന്നു. ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം ലെനിന്റെ കാലത്തോ സ്റ്റാലിന്റെ കാലത്തോ യഹൂദൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സമൂഹത്തോട് അവർക്ക് പ്രത്യേകമായ ഒരു പീഡനങ്ങളൊന്നും നടന്നതായി, കാരണം അത് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗമേ അല്ല. അതേസമയം കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സ്റ്റാലിന്റെ കാലത്ത് പ്രത്യേകിച്ചും സംഘടിതമായ മതങ്ങളെ അവർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് യഹൂദ മതം എന്ന് പറയുന്ന ഒരു മതത്തെയും, അവിടുത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയാണ് നിങ്ങൾക്കറിയാം, അവർ അംഗീകരിച്ച ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയാണ്. റഷ്യൻ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് വേറെ സഭ തന്നെയാണ്. അതിന് മാത്രം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിച്ചു. അതുകൊണ്ട് മതങ്ങളോടുള്ള എന്ത് നിലപാടുണ്ടോ ആ നിലപാടുകൾ, ഇല്ലെങ്കിൽ വംശീയമായ ഗ്രൂപ്പുകളോടൊന്നും കമ്മ്യൂണിസ്റ്റ് റഷ്യ, USSR അനുകൂല സ്വഭാവം കാണിച്ചവരല്ല എന്നുള്ളതിന്റെ പാർട്ടായി മാത്രമേ ഇവർക്ക്, അല്ലാതെ പ്രത്യേക യഹൂദനോട് ഈ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്ന സമയത്തെ, അല്ലെന്നുണ്ടെങ്കിൽ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ഉണ്ടായിരുന്നത് പോലത്തെ, ഇല്ലെങ്കിൽ നാസികളുടെ കാലത്ത്, ഇല്ലെങ്കിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന തരം യഹൂദ വിരോധം ഉണ്ടായിരുന്നില്ല. ഒരുവിധ മതങ്ങളെയും അവർ സപ്പോർട്ട് ചെയ്യുകയോ അവരുടെ പ്രവർത്തനങ്ങൾ അവർ അനുവദിക്കുകയോ ചെയ്യാതിന്റെ പാർട്ടായി മാത്രമേ സ്റ്റാലിന്റെ കാലത്തും ലെനിന്റെ കാലത്ത് കുറച്ചുകൂടി, അതൊരു ഷോർട്ട് പീരീഡ് അല്ലോ. ലെനിന്റെ കാലം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, ഒരു 4-5 വർഷം. അപ്പോഴത്തേനും അതിനൊരു രൂപരേഖ വരുന്നുള്ളൂ. കൃത്യമായ നിലപാടുകളൊക്കെ എടുക്കുന്ന സ്റ്റാലിന്റെ കാലത്താണ്. അപ്പൊ അന്നേരം എല്ലാ മതങ്ങളോടുമുള്ള വിയോജിപ്പല്ലാതെ പ്രത്യേകാൽ ഒരു ആന്റിസെമിറ്റിക് ആയ ഒരു മൂവ്മെന്റ് റഷ്യയുടെ പക്ഷത്തുനിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നില്ല. പക്ഷേ യഹൂദന്മാർക്ക് പറയാം. പക്ഷേ അവിടെ നിന്ന് പലായനം നടന്നിരിക്കുന്ന യഹൂദന്മാരുടെ ആ പീരീഡിലല്ല. ഒക്ടോബർ വിപ്ലവത്തിന് 2019 മുൻപാണ് അവിടെ നിന്ന് യഹൂദന്മാരുടെ പലായനം ഉണ്ടായിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നിന്നായിരുന്നില്ല. ഞാൻ വിചാരിക്കുന്ന ആ ക്വസ്റ്റിന്റെ ഉത്തരം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. 2ാമത്തെ പാർട്ട് നിങ്ങൾ ചോദിച്ചത്
എന്തായിരുന്നു? ഹമാസിന്റെ ക്രിയേഷനിൽ ഇസ്രായേലിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള കോൺസ്പിരസി തിയറികളൊക്കെ ധാരാളമുണ്ട്. ഹമാസിന് ഇസ്രായേലിന്റെ ഫണ്ടോടുകൂടി അവർ വന്നവരാണ്. ഹമാസാണ് ഇന്നത്തെ പാലസ്തീന്റെ ഏറ്റവും വലിയ ശത്രു. ഇതൊക്കെ ഓരോ കോൺസ്പിരസി തിയറികളാണ്. അതിനെ സംബന്ധിച്ച് രണ്ടു പക്ഷത്തുനിന്നുള്ള ഡോക്യുമെന്റ് ധാരാളം തെളിവുകൾ എന്ന് പറയപ്പെടാവുന്നതൊക്കെ ശേഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ഇന്ന് വർത്തമാനകാല സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഹമാസ് എന്ന് പറഞ്ഞാൽ അവർ സ്വയമായി നഷ്ടപ്പെട്ടുകൊണ്ട് സ്വയമായി ഇല്ലാതായിക്കൊണ്ട് ആയുധം എടുത്ത് അവരുടെ നാടിന് വേണ്ടിയും അവരുടെ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് വിയോജിപ്പുള്ളവർ, അവർക്ക് മതപരമായ ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ടുണ്ട്, അവർ ചാർട്ടറിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വിയോജിപ്പ് നിൽക്കുമ്പോഴും അവരുടെ ഇന്നത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ, പാലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഏക മനുഷ്യർ അവരായി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഒറിജിനെ സംബന്ധിച്ച് അത് അത്ര ശരിയാക്കാനുള്ള സാധ്യതയില്ല. കാരണം 86-കളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊരു സന്നദ്ധ സംഘടന പോലെ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്ലാമിക് ബ്രദർഹുഡുമായി ഐഡിയോളജിക്കലി അവർ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ എങ്ങനെ ഇസ്രായേൽ എന്താണ് അവർ പണം കൊടുത്ത് അവരെ പക്ഷേ ഇസ്രായേലിൽ അമേരിക്ക ഒരു സ്വഭാവമുണ്ട്. അല്ല, അത് അൽഫത്തായും PLOയെയും നേരിടാൻ അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഹമാസിനെ എന്നൊരു അതാ ഞാൻ പറഞ്ഞത്, അതൊരു കോൺസ്പിരസി തിയറി ആയിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം അൽഫത്ത എന്ന് പറയുന്നതും പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നതും PLO എന്ന് പറയുന്ന ഒന്നും പാലസ്തീൻ ജനതയുടെ അസ്പിറേഷൻസിനെ അതേ രീതിയിൽ മുൻപോട്ട് അന്താരാഷ്ട്ര വേദിയിലും അവരുടെ പ്രശ്നങ്ങളും അവതരിപ്പിച്ചിരുന്ന സംഘടനകളായിരുന്നില്ല. പിന്നീട് അവർ അത്തരത്തിലുള്ള ഇസ്രയേലിന്റെ ചട്ടുകങ്ങളായി മാറിയപ്പോൾ ആയ സംഘടനകളാണ്. അപ്പോഴാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഉദയം ചെയ്തത്. പിന്നെ ഇസ്രയേലിനും അമേരിക്കയും അത്ര ഒരു പാരമ്പര്യം ഉണ്ടെന്ന് നമുക്കറിയാം. മുജാഹിദീനെ റഷ്യ അഫ്ഗാനിസ്ഥാനിൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുജാഹിദീൻ വിഭാഗത്തിന് ഫണ്ടും ആയുധവും കൊടുത്തുകൊണ്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടെന്ന് അവരാണ് പിന്നീട് അൽഖ്വയ്ദയായി മാറിയെന്നൊക്കെ നമുക്കറിയാം. ലോകത്തിലെ എല്ലാവിധ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം അമേരിക്കയും ഇസ്രയേലും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ഫണ്ട് കൊടുക്കുകയും ആയുധങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർക്കെല്ലാം ചില അന്തർദേശീയ സ്വഭാവം ഉണ്ടായിരിക്കുമ്പോൾ ഈ ഹമാസിന്റെ പ്രത്യേകത അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനുള്ളിൽ മാത്രമാണ്, പാലസ്തീന്റെ ഉള്ളിൽ മാത്രമാണ്. അവരുടെ സ്വാതന്ത്ര്യം മാത്രമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഘടന ഇവരുടെ ഫണ്ട് കൊണ്ടാണെന്ന് പറയുന്നതൊക്കെ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അത് ദുർബലപ്പെടുത്തുമെന്നുള്ളതായാൽ നമ്മൾ അത്തരം വാദങ്ങൾ ഒന്നും പിന്നാലെ പോകേണ്ടതല്ല. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്തുമായിക്കൊള്ളട്ടെ, ഇന്നലെ എന്തും നടന്നുകൊള്ളട്ടെ, ഇന്ന് അവർ യുദ്ധം ചെയ്യുന്ന അവരുടെ നാടിന് വേണ്ടിയാണ്. അവർ മാത്രമേ ഉള്ളൂ. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ മുനീറാണ് കൈവയ്ക്കുന്നത്. മുനീറിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. മുനീർ പറഞ്ഞോളൂ. മുനീർ മ്യൂട്ടാണ്, പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാമോ സാറ്? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബോണ്ടിങ്, അത് ഇസ്രായേൽ രൂപീകരിക്കുന്ന മുമ്പ് മുതൽ അതിന്റെ ശേഷം ഇപ്പൊ നടക്കുന്ന കോൺഫ്ലിക്റ്റ് വരെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് കേട്ടുള്ള ഇസ്രായേലിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് മുമ്പ് ഇറാൻ ഉണ്ടായിരുന്നു. പല ഡെവലപ്മെന്റിലും ഇറാൻ സഹകരിച്ചിട്ടുണ്ട് ഇസ്രായേലുമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഇപ്പം അതിങ്ങനെ ഇതിലേക്ക് മാറാനുള്ള കാരണം, അതിന്റെ ഒരു വഴി എന്ന് പറഞ്ഞു തന്നാൽ സന്തോഷം. 1979 വരെയും ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ അവിടെ വരുന്നവരത്തേനും ഇസ്രായേലിന്റെ എംബസി ടെഹ്റാനിലുണ്ടായിരുന്നു. ഇസ്രായേലുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. അന്ന് ഇറാഖിൽ നിന്ന് റഷ്യയുടെ മിഗ് വിമാനം മോഷ്ടിച്ചുകൊണ്ട് വരുന്നതൊക്കെ റതഫ എന്ന് പറയുന്ന ഒരു പൈലറ്റ് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതോടൊക്കെ അതിനുവേണ്ടി സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ഇറാനായിരുന്നു. അന്ന് റതഫയുടെ ഫാമിലിയെ നേരെ ഇറാഖിൽ നിന്ന് കൊണ്ടുപോയി ടെഹ്റാനിൽ താമസിപ്പിച്ച് അവിടുന്ന് ഹെലികോപ്റ്റർ വഴിയൊക്കെയാണ് കൊണ്ടുവന്നത്. ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മാത്രമല്ല, അവരൊരുമിച്ച് സഹകരിച്ച രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. അവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ പിന്നീട് ഈ 79-ന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുന്നതും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിനു മുമ്പേ അതിനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. കാരണം ഇത്തരം രാജ്യങ്ങളെല്ലാം ഒരു 50 വർഷം 100 വർഷം മുമ്പോട്ട് ചിന്തിക്കുകയും അതിന് തക്ക പദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ പ്രത്യക്ഷത്തിൽ, അതായത് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനായിരിക്കും, പട്ടാളക്കാരനായിരിക്കുമ്പോൾ ഇറാഖ് ആക്രമിക്കണമെന്ന പദ്ധതി ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക് അന്ന്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇറാഖ് ആക്രമിച്ചത് സദ്ദാം ഹുസൈനുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനൊക്കെ എത്രയോ മുൻപേ അവർ പദ്ധതി ഇട്ടിരുന്നു. അന്ന് വെറും ഒരു പട്ടാളക്കാരൻ മാത്രമായിരുന്നു ഈ പറയുന്ന സദ്ദാം ഹുസൈൻ. അപ്പൊ ഈ ഇത്തരം രാജ്യങ്ങളുടെ എല്ലാം പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ 5 വർഷത്തിന്റെ പദ്ധതി 5 വർഷത്തിന്റെ പദ്ധതി ഉണ്ടാക്കുമ്പോൾ ഇവർ 50 വർഷത്തിന്റെ പദ്ധതി, പ്രത്യേകിച്ച്
ഇന്റർനാഷണൽ റിലേഷൻസിനെ സംബന്ധിച്ചും ഒക്കെ അങ്ങനെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോ പിന്നീട് ഇറാന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മറ്റൊന്നായി തീർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം ഇതിനൊരു തമാശ നമ്മൾ പലപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും കരുതുന്നത് ഈ ഇസ്ലാമിക രാജ്യങ്ങളുമായി ഇസ്ലാമിക രാജ്യങ്ങളുമായി ഇസ്രയേല് ശത്രുത പുലർത്തുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ ഇസ്ലാമിക രാജ്യമായ അസർബൈജാൻ ഇവരുടെ കക്ഷിയാണ്. അപ്പോ ഇവരെ സംബന്ധിച്ച് മതമൊന്നുമല്ല പ്രശ്നം ഇതിനകത്ത്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ സുപ്രീമസി, ഇവരുടെ താല്പര്യങ്ങൾ, അതിന് കൂടെ നിൽക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇസ്രായേലിന്. അതിന് വിഘാതമായി വന്നത് ഇസ്ലാമിക് റെവല്യൂഷൻ 79 ശേഷമാണ്. അതിനുശേഷമാണ് അവിടുത്തെ എംബസി അടച്ചുപൂട്ടുന്നു, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കും. എന്നാലും ഇന്നും ഇറാനിൽ സിനഗോഗുണ്ട് കേട്ടോ, അത് പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. നാമമാത്രമായ യഹൂദന്മാരും അവിടെയുണ്ട്, അത്തരം പ്രവർത്തനം നടക്കുന്നു. അപ്പൊ നമ്മള് ഈ ഇറാൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ പണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ആരെങ്കിലും ഗൾഫിൽ പോയി പറഞ്ഞ പേർഷ്യക്ക് പോയി എന്നാ പറയുന്നത് അല്ലേ? പേർഷ്യക്ക് പോയാലും ദുബായിക്ക് പോയി, 2 സ്ഥലമുള്ളൂ, വേറെ സ്ഥലങ്ങളൊന്നും ആർക്കും പറഞ്ഞൂടാ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരും പേർഷ്യക്ക് പോയിട്ടില്ല. പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ആരും പോകാറില്ല, അങ്ങനെ നമ്മുടെ ജോലിക്കായി പോകാറില്ല. നമ്മൾ നല്ലൊരു പ്രസൻസ് അവിടെ ഉണ്ടെങ്കിലും ജോലിക്കായല്ല പോകുന്നത്. പക്ഷെ അത്രത്തോളം ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നറിയാം, നിങ്ങൾ എന്തെങ്കിലും കസാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ പോയാൽ കണ്ടാൽ അറിയാം. അവിടങ്ങളിൽ അന്ന് ഈ സിൽക്ക് റൂട്ട് ഒക്കെ പ്രബലമായത് അത് കുറച്ച് പഴയത്. അതിനുശേഷവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മോസ്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്നും പേർഷ്യൻ മാതൃകയിൽ പണിതിരിക്കുന്ന അതിമനോഹരമായ കൂറ്റൻ മോസ്കുകളാണ്. ഈ മോസ്കുകളോട് ചേർന്നാണ് മദ്രസകളുള്ളത്. ഈ മദ്രസ എന്ന് പറഞ്ഞാൽ ഖുറാൻ പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന വെറും ഒരു പാർട്ടാണ്. ശാസ്ത്രം, കല, സാഹിത്യം, വാസ്തുശില്പം ഇതിനെല്ലാം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരിക്കുന്ന വലിയ മദ്രസകൾ, ഇന്ന് ഫംഗ്ഷൻ ചെയ്യാത്ത മദ്രസകൾ ഈ മോസ്കുകളോട് ചേർന്നിട്ടാണ്. ഈ മദ്രസകളിലെ അധ്യാപകരെല്ലാവരും തന്നെ ഇറാനിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ വളരെ പ്രബലമായ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു വലിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇന്ന് ഇറാനൊക്കെ വളരെ ആക്ഷേപിച്ചുകൊണ്ടും വളരെ അതവിടെ ഇന്റേണൽ സ്ട്രക്ചർ എന്തുമായിക്കോട്ടെ, നമ്മളവിടെ വളരെ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ മുല്ലപ്പൂ വിപ്ലവമൊക്കെ വന്ന സമയത്ത് പലരും പറഞ്ഞു പല രാജ്യങ്ങളും പിന്നീട് മൗലികവാദത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണോ താല്പര്യം അതിലായിട്ടാക്കി പോകുന്നത്. മൂന്നാമത് ഇപ്പൊ പാകിസ്ഥാൻ എങ്ങനെയാകണമെന്ന് പറയേണ്ട കാര്യം നമുക്കില്ല. നമുക്കൊരു അഭിപ്രായമൊക്കെ പറയാം. ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്ന് പാകിസ്ഥാനല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാ തീരുമാനിക്കേണ്ടത്. ഇന്ത്യക്കാരാണ് തീരുമാനിക്കുക എത്തരത്തിലുള്ള ഭരണം വേണ്ടേ. നമ്മൾ നാളെ ഒരു ഹിന്ദു രാജ്യമായി പോകണോ, അത് നമ്മളാ തീരുമാനിക്കേണ്ടത്, അത് പാകിസ്ഥാനല്ല പറയേണ്ടത്. അതുപോലെ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തരമായ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ തുടങ്ങുമ്പോൾ ശത്രുത ഉണ്ടാവും. ഇസ്ലാമിക് വിപ്ലവം നടന്നത് യോജിക്കാതിരിക്കാം, അത് ഇറാന്റെ ഇന്റേണൽ ആയ ഒരു വിഷയമാണ്. അത് എൻഡ് ചെയ്യുന്നതും അവരുടെ മാത്രം വിഷയമാണ്. മറിച്ച് ആ കാലഘട്ടം വരെയും ഏറ്റവും നല്ല ഒരു അലയായിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നീട് അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുകയും അവരുടെ മേൽ ഉപരോധം വരികയും അവരെത്രയും സമ്പന്നരായ ഒരു രാജ്യം ഇന്ന് ഏതുമില്ലാത്തതായ ഒരു നിർദ്ധന രാജ്യമായി മാറുന്നതിന് പിന്നിൽ ഇവരെല്ലാം പ്രവർത്തിച്ചെന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു. അപ്പൊ നമുക്ക് പറഞ്ഞ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വളരെ കൂടുതൽ ടോപ്പിക്കുകൾ ടച്ച് ചെയ്ത് ഇത്തവണ ഇത് ഈ പറഞ്ഞ വിഷയം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നും 1 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ പറഞ്ഞു തീരുന്ന വിഷയമല്ല. എങ്കിലും ഈ പറഞ്ഞ 2ാം ഭാഗം എല്ലാവർക്കും എന്താ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നന്ദി സജി ഫോർ continuing to contribute and enlightening us with your scholarship. So thank you very much. ഈ പറഞ്ഞ പോലെ ഇനിയും ഇതുപോലത്തെ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു.